കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതും അല്ല. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ആരാണ് ഉപദേശം കൈക്കൊള്ളാത്തത്? ആരാണ് ദൈവവചനം സ്വീകരിക്കാത്തത്? ആരാണ് കേൾക്കുന്ന ദൈവവചനം തിരസ്കരിക്കുന്നത്? ദൈവവചന കേൾവിയും പരിശുദ്ധാത്മാവിലുള്ള ഉപദേശങ്ങളും സ്വീകാര്യമല്ലാത്തത് ഏത് കൂട്ടത്തിൽപ്പെട്ടവർക്കാണ്? നാച്ചുറൽ പേഴ്സൺസ്, കാർണൽ മാൻ, പ്രാകൃത മനുഷ്യർക്ക്, ജഡീകന്മാർക്ക് ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുവാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്താണ് അവർ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാത്തത്? നമ്മൾ എത്ര പഠിപ്പിച്ചിട്ടും, എത്ര പറഞ്ഞു കൊടുത്തിട്ടും, എത്ര ഉപദേശിച്ചിട്ടും, എത്ര വചനം കേട്ടിട്ടും, എത്ര പ്രസംഗം കേട്ടിട്ടും, എത്ര ലീഡർഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടും, ഇനി ഏതെല്ലാം നിലകളിൽ ഇവരെ പഠിപ്പിച്ചിട്ടും എന്തുകൊണ്ട് അവർ പരിശുദ്ധാത്മാവിന്റെ ദൈവാത്മാവിന്റെ ടീച്ചിങ് അല്ലെങ്കിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല? ഒന്നാമതായി ഞാൻ പറയുന്നു, അവർ പ്രാകൃത മനുഷ്യരാണ്, അവർ ആത്മീയരല്ല, അവർ ജഡീകരാണ്. എന്നാൽ അതിന്റെ റീസൺ 2 കൊരിന്ത്യർ 4:4, 2 Corinthians chapter 4:4, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. ഈ പറയുന്ന വചനങ്ങൾ, ഈ സുവിശേഷങ്ങൾ, ഈ നൽകുന്ന വചനങ്ങളൊന്നും അകത്തോട്ട് കയറാതിരിക്കാൻ. അകത്തോട്ട് കയറിയാൽ എന്ത് ലഭിക്കും? പ്രകാശനം. ഞാൻ ഇങ്ങനെ പറയട്ടെ, വചനം നിങ്ങളുടെ ആത്മാവിൽ വിതയ്ക്കപ്പെടുമ്പോൾ ആ വചനത്തെ വേണ്ടുന്നവണ്ണം നിങ്ങൾ റിസീവ് ചെയ്താൽ ആ വചനം നിങ്ങളിൽ പ്രകാശിക്കും. 2, ആ വചനം നിങ്ങളിൽ ശോഭിക്കും. ഹല്ലേലൂയ. ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട്, പാസ്റ്ററെ, എൻ്റെ ശുശ്രൂഷയൊന്ന് ശോഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ കർത്താവിൻ്റെ വേലയിൽ ഒന്ന് ശോഭിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കർത്താവിൻ്റെ വേലയിൽ ശോഭിക്കണമോ? നിങ്ങൾ ശുശ്രൂഷയിൽ ശോഭിക്കണമോ? നിങ്ങൾ ജ്യോതിസുകളായി, നിങ്ങൾ വെളിച്ചങ്ങളായി, പ്രകാശങ്ങളായി മാറണമോ? നിശ്ചയമായിട്ടും അങ്ങനെ സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം ദൈവത്തിനായി തുറക്കപ്പെടണം. സ്വീകരിക്കുന്ന, തിരുത്തപ്പെടുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനസ്സ്, ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ വിശ്വാസം ഞാൻ പറയുന്നതെല്ലാം വിശ്വസിക്കുമെന്നാണ്. ഞാൻ ഒരാളെ ഉപദേശിക്കുന്നു, ഞാൻ ഉപദേശിക്കുമ്പോൾ എൻ്റെ വിശ്വാസം നിങ്ങളെല്ലാവരും ഇത് സ്വീകരിക്കുമെന്നാണ്. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അവിശ്വാസികളുടെ മനസ്സിനെ അവിശ്വാസത്താൽ നിറച്ച് അതിനെ കുരുടാക്കുന്ന ഈ വചനം പ്രകാശിക്കാതിരിക്കാൻ, ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം, പൈശാചിക ശക്തികൾ, ദേശാന്തര ശക്തികൾ, ഇരുളിന്റെ ശക്തികൾ നിങ്ങളുടെ ഹൃദയത്തെ കുരുടാക്കി കളയുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ലുദിയ എന്ന സ്ത്രീയോട് സംസാരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നുണ്ട്, ലുദിയായുടെ ഹൃദയത്തെ ദൈവാത്മാവ് തുറന്നു. സുവിശേഷം ഗ്രഹിക്കുവാൻ, വചനം ഗ്രഹിക്കുവാൻ, ഏറ്റെടുക്കുവാൻ അവളുടെ മനസ്സിനെ ദൈവാത്മാവ് തുറക്കുവാനിടയായി. അങ്ങനെങ്കിൽ ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച, കർത്താവേ, ഈ കേൾക്കുന്ന വചനങ്ങൾ എൻ്റെ ആത്മാവിൽ വെളിപ്പെട്ട് പ്രകാശിക്കാതിരിക്കാൻ, ശോഭിക്കാതിരിക്കാൻ, ഞാൻ പ്രയോജനപ്പെടാതിരിക്കാൻ ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന ഒരു ഇരുളിന്റെ ശക്തികളും ഈ ലോകത്തിന്റെ പ്രഭുവും അന്ധകാര ശക്തികളും എൻ്റെ ആത്മാവിനെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ കുരുടാക്കാതിരിക്കുവാൻ യേശുവിൻ നാമത്തിൽ എൻ്റെ ഹൃദയത്തെ, എൻ്റെ ഉള്ളത്തെ ഞാൻ കർത്താവിന് നൽകുകയാണെന്നൊന്ന് പ്രാർത്ഥിച്ചേ. എന്നിട്ട് ആ ദേശത്തെ ഭരിക്കുന്ന ഇരുളിന്റെ ശക്തിയെ, പൈശാചിക വ്യാപാരങ്ങളെ ഒന്ന് ശാസിച്ച് പ്രാർത്ഥിച്ചേ. അതിനെ ഒന്ന് ശാസിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവെ, പലപ്പോഴും ഞാൻ ബൈബിളിലെ വചനം കേൾക്കുന്നുണ്ട്, പലപ്പോഴും ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, ഒത്തിരി ലീഡർഷിപ്പ് ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ശോഭിക്കാതിരിക്കാൻ, എൻ്റെ ഉള്ളത്തിൽ ഈ വചനം പ്രകാശിക്കാതിരിക്കാൻ, എൻ്റെ ഹൃദയത്തെ കുരുടാക്കുവാൻ നോക്കുന്ന ഇരുളിന്റെ ശക്തികളെ ശാസിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും പ്രാകൃത മനുഷ്യന്, ജഡീക മനുഷ്യൻ, ഒരുപക്ഷെ
ഈ പ്രാകൃത മനുഷ്യനെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആള് സ്നാനപ്പെട്ട ആളായിരിക്കാം. ഈ പ്രാകൃത മനുഷ്യനെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആള് രക്ഷിക്കപ്പെട്ട ആളായിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹം ഒരു സഭയുടെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം വലിയ ആത്മീക ശുശ്രൂഷകൾ ചെയ്ത ആളായിരിക്കാം. ആര് ദൈവവചനം ഏറ്റെടുക്കുന്നില്ലയോ, ആര് ഈ വചനത്തെ വിവേചിക്കുന്നില്ലയോ, ഗ്രഹിക്കുന്നില്ലയോ, അവരിനി ഏത് പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണെങ്കിലും, അവരിനി ഏത് പദവികൾ അലങ്കരിക്കുന്ന വ്യക്തിത്വങ്ങളെങ്കിലും, അവരെ ബൈബിൾ വിളിക്കുന്നത് നാച്ചുറൽ മാൻ, കാർണൽ മാൻ, പ്രാകൃത ജഡീകനായ മനുഷ്യൻ എന്നുള്ളതാണ്. 1 Corinthians chapter 2 verse 12 to 13, which talks about we have received not the spirit of the world but the spirit who is from God. And the problem with the natural man or carnal man, they do not receive the things of this world. And that was the main thing pastor said. Natural and carnal people, they never takes the counsel of God. And the reason is found in 2 Corinthians chapter 4 verse 4, that the God of this world, that is Satan, has blinded people so that the gospel, the word, may not get enlightened in them. They are supposed to hear the word. It has to get inculcated in them, and they have to shine like stars for the Lord. But what happens is a veil is put by the Satan, and they are blinded totally so that they cannot be enlightened on a total level. So today we need to pray that all the words that come from the man of God, that has to get deep rooted inside our heart, and it should bear fruit so that we can become enlightened and we may shine like stars in the kingdom of God. And you need to claim victory over all the blinding schemes of Satan in the name of Jesus. Amen. അതിൽ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുന്നത് സബ്മിഷൻ, വിധേയത്വം എന്ന വിഷയമാണ്. നിങ്ങൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു സത്യമുണ്ട്. ഈ വിധേയത്വത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു മനോഹരത്വമുണ്ട്. വിധേയപ്പെടുക, സബ്മിഷൻ, സബ്മിസീവ് ആകുക എന്ന് പറയുന്നതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു ബ്യൂട്ടി ഉണ്ട്. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതിന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സത്യമാണ്, ഏണി പിടിക്കുന്നവരും എത്തിപ്പിടിക്കുന്നവരും. ഒന്ന് പറയാമോ എല്ലാവരും? എഴുതാൻ പറ്റുന്നെങ്കിൽ എഴുതിക്കോ. ഏണി പിടിക്കുന്നവരും എത്തിപ്പിടിക്കുന്നവരും. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ, ദേശത്തെല്ലാം ഭയങ്കര ഇരുട്ട്, വെട്ടയില്ല. അപ്പൊ പുള്ളിക്ക് ഇങ്ങനെ ഒരു ബോധ്യം ഉള്ളത്തിൽ കിട്ടുകയാണ്, എൻ്റെ ഈ ദേശത്തിന്റെ ഇരുട്ട് മാറണം. എൻ്റെ ദേശത്തിന്റെ ഇരുട്ട് മാറാൻ എനിക്ക് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ കൊണ്ടുവരണം, ഒരു ബൾബ് എനിക്ക് ഇടണം, ഒരു പ്രകാശം ഇവിടെ കൊടുക്കണം. അങ്ങനെ ഈ മനുഷ്യൻ തീരുമാനിച്ച് അതിനുവേണ്ടി ചുവട് വെച്ച് ഒരു ബൾബൊക്കെ മേടിച്ച് പുള്ളി കൊണ്ടുവന്നു. പക്ഷെ ഇത് ഇച്ചിരി ഉയരത്തിലാണ്. ചില ആൾക്കാർ ഒരു ഏണി, ഒരു ലാഡർ ഒന്ന് പിടിച്ചു തരാനുണ്ടെങ്കിൽ മാത്രമേ ഈ മനുഷ്യൻ ഈ ലാഡർ വഴിയായിട്ട് മേളിൽ കയറി, ഏണി വഴിയായി മേളിൽ കയറി ഈ ബൾബ് ഇടാൻ പറ്റുള്ളൂ. അപ്പോ ഈ മനുഷ്യന് എത്തിപ്പിടിക്കണമെങ്കിൽ ഏണി പിടിക്കാൻ ചിലർ വേണം. ഹല്ലേലൂയ. ഏണി പിടിക്കുന്നവരും എത്തിപ്പിടിക്കുന്നവരും. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാര് ഈ ഏണി ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഈ മനുഷ്യൻ അതുവഴി കയറി ഈ ബൾബ് കത്തിക്കുന്നു. എല്ലായിടവും പ്രകാശമാകുന്നു, ഇരുട്ട് മാറുന്നു. നല്ലൊരു കാര്യമല്ലേ? പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്നറിയാവോ? പ്രത്യേകിച്ച് നമ്മളുടെ ആത്മീയ ലോകത്തിൽ, പ്രത്യേകിച്ച് നമ്മളുടെ ദേശങ്ങളിൽ, പ്രത്യേകമായി നമ്മൾ മലയാളികൾ എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. പിശാച് യൂണിവേഴ്സലാണ്, പക്ഷെ എങ്കിലും നമ്മളുടെ ഇടയിൽ ഒരു വിഷയമുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഏണി പിടിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. ഏണി പിടിച്ചു തരാൻ ആരുമില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവരുടെ കയ്യിലും ഒരു കൊച്ചു ബൾബുണ്ട്. എല്ലാവരും ബൾബുമായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ആരില്ല, ഏണി പിടിച്ചു തരാൻ ആരുമില്ല. ഏണി പിടിക്കാൻ ആരും തയ്യാറാകാത്തത് കൊണ്ട് ആർക്കും എത്തിപ്പിടിക്കാനും പറ്റുന്നില്ല. ഒരുപാട് പേരുടെ കയ്യിൽ ബൾബുണ്ട്, പക്ഷെ ഇതൊന്നും ഇതുവരെയും കത്തിയിട്ടില്ല. ഇതിലേതെങ്കിലും 2-3 എണ്ണമെങ്കിലും കത്തിയിരുന്നെങ്കിൽ ഭാരതത്തിന്റെ ഇരുട്ട് മാറിയനെ ആയിരുന്നു. ഏതെങ്കിലുമൊക്കെ കത്തിയായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ അന്ധകാരം മാറിയേനെ, നിങ്ങളുടെ പട്ടണത്തിന്റെ അന്ധകാരം മാറിയേനെ.
എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്വന്തം ലൈറ്റുമായിട്ട് അവർ കൊണ്ടു നടക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഏണി പിടിച്ചു തരാൻ ആൾക്കാരില്ല എന്നുള്ളതാണ്. എത്തിപ്പിടിക്കാനാണ് എല്ലാവരുടെയും ശ്രമം. എല്ലാവരും എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഒരു ലൈറ്റും കത്തുന്നുമില്ല. ഇപ്പോ ഈ ഏണി പിടിക്കുന്നവരുടെ പ്രശ്നം എന്നറിയോ? ഏണി പിടിക്കാൻ ആളില്ലാത്തവരുടെ പ്രശ്നം എന്നറിയോ? ഈ ഏണി പിടിക്കാൻ പലരും വരാത്തതിന്റെ കാരണം ഇവർ പറയുന്നത്, ഓ ഈ പുള്ളി ഏണി പിടിച്ചു കൊടുത്തിട്ട് എനിക്ക് എന്നാ സാധിക്കാന്, ഈ പുള്ളിയുടെ ലാഡർ താങ്ങി കൊടുത്തിട്ട് എനിക്കെന്നാ സാധിക്കാനാ എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ലൈറ്റ് കത്തിക്കാനായി കയറുന്ന മനുഷ്യനില്ലേ, ഈ ബൾബ് കത്തിയാൽ, ഈ വെളിച്ചം കിട്ടിയാൽ ആ മനുഷ്യൻ എന്തോ പ്രയോജനം? ഈ വെളിച്ചം കത്തിയാൽ ബൾബ് ഇട്ടവനും താഴെ പിടിച്ചോണ്ട് നിൽക്കുന്നവനും ഒരുപോലല്ലേ വെട്ടം കിട്ടുന്നത്? ബൾബ് ഇട്ടവനും താഴെ ഏണി പിടിച്ചവനും ഒരുപോലെയാണ് ഈ വെളിച്ചം ലഭിക്കുന്നത്, ഒരുപോലെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. പ്രൈസ് ജീസസ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏണി പിടിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ചിലർക്ക് എത്തിപ്പിടിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ ആ കാര്യം? ഈ ഭാരതത്തിലുള്ള പാസ്റ്റർമാരല്ല, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തുള്ള ദൈവദാസന്മാരല്ല, സഹോദരങ്ങളല്ല, ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി ഓരോ കമ്പുകൾ വെച്ചു കൊടുത്ത് മുകളിലോട്ട് കയറ്റി. നെക്സ്റ്റ് പിക്ചർ. ടീം വർക്ക് എന്ന് പറയുന്നത് അതാണ്. ഒരു മനുഷ്യനെ എടുത്ത് പൊക്കി മേളിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. പുള്ളി ബൾബ് ഇടുകയാണ്. പുള്ളി അത് തൂങ്ങി കിടന്ന് കത്തിക്കുകയാണ്. താഴെ കയറ് പിടിച്ചുകൊണ്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടോ? ഇവർ ഈ കയറ് വിട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ ബൾബ് കത്തിക്കാൻ പറ്റത്തില്ല. ഈ കയറ് പിടിക്കുന്നത് ചിന്തിക്കുക, ഞാൻ ഈ പുള്ളിക്ക് കയറ് പിടിച്ചു കൊടുത്തോണ്ട് എനിക്ക് എന്നെ കിട്ടാനാ? ഈ തൂങ്ങിക്കിടക്കുന്നവന്റെ അവസ്ഥ കണ്ടു. ഈ ബൾബ് കത്തിയിട്ട് പുള്ളിക്ക് എന്നാ സാധിക്കാനാ? അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ വെളിച്ചം, ക്രിസ്തുവാകുന്ന വെളിച്ചം ദേശത്തിൽ വെളിപ്പെട്ടാൽ, ക്രിസ്തുവാകുന്ന വെളിച്ചം എത്തിക്കാൻ കഴിഞ്ഞാൽ, ഏണി പിടിച്ചവനും എത്തിപ്പിടിച്ചവനും ഒരുപോലെയാണ് പ്രയോജനം. ഏണി പിടിച്ചവനും എത്തിപ്പിടിച്ചവനും ഒരുപോലെയാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ശരിയാണോ? ഈ ഭാരതത്തിലുള്ളതിന്റെ അത്രയും സഭകൾ, മിനിസ്ട്രീസ് എവിടെങ്കിലും ഉണ്ടോ? ഈ കേരളത്തിലുള്ളതിന്റെ അത്രയും സഭകളും പാസ്റ്റർമാരും എവിടെങ്കിലും ഉണ്ടോ? ഉണ്ടേ പറഞ്ഞ്. സഭ ദേശങ്ങളെ സ്വാധീനിക്കുന്ന സഭകളായി തീരണം. അതെ, സഭ ദേശത്തെ ഇൻഫ്ലുവൻസ് ചെയ്യണം. എൻ്റെ ഒരു ദർശനമാണ്. ദേശത്തെ നിനക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം. പോൾ യോങ്കിച്ചയുടെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചൊരു കാര്യമുണ്ട്. കൊറിയയുടെ പ്രസിഡന്റ് തന്നെ കാണാൻ തന്റെ വീട്ടിൽ വരുമ്പോ താൻ പ്രയർ മൗണ്ടനിൽ കയറിപ്പോയി. പോൾ യോങ്കിച്ചോ തന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥനാ മുറിയിൽ കയറി കഴിഞ്ഞാൽ, പ്രയർ റൂമിൽ കയറി കഴിഞ്ഞാൽ, പ്രയർ മൗണ്ടനിൽ കയറി കഴിഞ്ഞാൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. പക്ഷെ കൊറിയൻ പ്രസിഡന്റ് വീട്ടിൽ വന്നിരിക്കുമ്പോൾ പുള്ളിക്കാരി ആകെ അസ്വസ്ഥമായി. ആ സമയത്ത് യോങ്കിച്ചോയുടെ വൈഫ് സഹശുശ്രൂഷകരെ പറഞ്ഞ് പ്രയർ മൗണ്ടനിൽ വിട്ടു. അവരോട് പോൾ യോങ്കിച്ചോ പറഞ്ഞത്രേ, ഞാൻ ഉലകത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറിയൻ പ്രസിഡന്റിനോട് കുറച്ചു നേരം ഇവിടെ വീട്ടിൽ ഇരിക്കാൻ പറയാൻ പറഞ്ഞു. ഈ കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് ആ കോൺവെർസേഷൻ വരാം. സഭ ദേശത്തെ സ്വാധീനിക്കണമെങ്കിൽ, ദേശങ്ങൾ പിടിച്ചെടുക്കപ്പെടണമെങ്കിൽ, പട്ടണങ്ങൾ കർത്താവിൻ്റെതായി തീരണമെങ്കിൽ, ദേശം സുവിശേഷീകരിക്കപ്പെടണമെങ്കിൽ ഒന്നാമത് വേണ്ടത് ഏണി പിടിച്ചു തരുവാൻ, മോശയുടെ കൈ താങ്ങുവാൻ, ദർശനത്തെ അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുവാൻ ഐക്യതയുടെ ആത്മാവുമായി, ദർശനത്തിന്റെ ഐക്യതയുമായി, സ്നേഹത്തിന്റെ ഐക്യതയുമായി, പ്രാർത്ഥനയിലുള്ള ഐക്യതയുമായി, കൂട്ടായ്മയിലുള്ള ഐക്യതയുമായി, ബന്ധത്തിന്റെ ഐക്യതയുമായി ഒരു കൂട്ടം ദൈവസഭയ്ക്കകത്തുണ്ടാകണം. എവിടെ അനൈക്യത ഉണ്ടാകുമോ അവിടെ ഒരു വളർച്ച ഉണ്ടാകില്ല, ഒരു ഉണർവ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ലോകത്തിൽ ഉണർവ് നടന്ന ഒട്ടുമുക്കൽ വെയിൽസ് റിവൈവൽ നടന്നിടത്ത് ഞാൻ വിസിറ്റ് ചെയ്തു. ദൈവകൃപയാൽ അസൂസ സ്ട്രീറ്റ് റിവൈവൽ നടന്നിടത്ത് വിസിറ്റ് ചെയ്തിട്ട് പല ഉണർവുകളുടെയും നടുവിൽ കർത്താവിനെ നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 20-21 വർഷമായി ലോകത്തിൽ നടക്കുന്ന പല റിവൈവലുകളും പോയി കാണാനും അതിന്റെ മധ്യേ നിൽക്കാനും ആ റിവൈവലുകൾക്ക് ദൈവം ഉപയോഗിച്ച ദൈവവൃത്യന്മാരുമായി കണക്ട് ആകാനും കർത്താവ് അവസരം തന്നിട്ടുണ്ട്. വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്നേഹമുള്ള കൂടപ്പുറപ്പുകളെ, ഞാനും നിങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് എന്തെങ്കിലും ചെയ്യാം ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ല. കടലിൽ കിടക്കുന്ന വെള്ളം നീ ബക്കറ്റിലെടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചാൽ തിര അടിക്കത്തില്ല. എന്നാ ഞാൻ ഒരു കടൽ ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞ് നീ ബക്കറ്റിലെടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചാൽ തിര അടിക്കത്തില്ല. പക്ഷെ
കടലിൽ കിടക്കുന്ന വെള്ളം കടലിൽ തന്നെ കിടന്ന് നീയും അതിന്റെ കൂടെ നിന്നാൽ നിനക്ക് ആ തെര എൻജോയ് ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന് ഈ കാലഘട്ടത്തിൽ കൈതാങ്ങുന്ന ചില അഹരോന്മാരെയും കൈതാങ്ങുന്ന ചില ഹൂരുമാരെയും ആവശ്യമാണ്. ആ കൈത്താങ്ങൽ തരുവാൻ, ആ ഏണി പിടിക്കുവാൻ എനിക്കെന്നാ കിട്ടും എന്ന ചിന്തയിൽ നിന്നാൽ ആർക്കും ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല, ആരുടെയും ബൾബ് കത്താൻ പോകുന്നില്ല. പക്ഷെ ദർശനമുള്ള, അഭിഷേകമുള്ള, നിയോഗമുള്ള, ചങ്കും നെറ്റിയും കർത്താവിന് വേണ്ടി കൊടുത്ത് ഫ്രണ്ടിൽ തന്റെ ഇടത്തോടെ നിൽക്കാൻ ഒരു മനുഷ്യനെ ദൈവം നിർത്തുമ്പോൾ ആ വ്യക്തിയുടെ ദർശനത്തെയും അഭിഷേകത്തെയും പ്രാർത്ഥനയും നിയോഗത്തെ സപ്പോർട്ട് ചെയ്താൽ നീയും ആ വ്യക്തിയും ഒരുപോലെ ഒരു ഉണർവിനകത്ത് കയറും. ഒരു സംശയം അതിന് വേണ്ട. അതുകൊണ്ട് അതിന് പ്രധാനമായും വേണ്ടത് സബ്മിഷനാണ്, ഏൽപ്പിച്ചു കൊടുക്കലാണ്, വിധേയത്വമാണ്. ഞാനും അധികാരങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നു. ഞാനും എനിക്ക് മീതെയുള്ള അധികാരങ്ങൾക്ക് സബ്മിസീവായിരിക്കുന്നു. നമ്മളെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഏതൊക്കെയോ അധികാരങ്ങൾക്ക് നാം വിധേയപ്പെട്ട് ജീവിക്കുന്നവരാണ്. വിധേയത്വത്തിനകത്ത് ഒരു മനോഹരത്വമുണ്ട്. There's always a beauty in being submissive to the higher authorities which the Lord has put over us. As Pastor always says, there are people who hold and support the ladder, and there are people who reach up there and put the bulb in the socket. And the problem with most of the cases is all of them have the bulb in their hand, and neither of them is able to reach up and put the bulb in the socket that it may be beneficial for them and all those who are standing down. But nobody does that. If people had done that, at least one bulb, 2 or 3 of them, if it was connected to the power source, all of India would have been benefited and the dark forces of this world would have crumbled down. But that never happens. And the pastor was able to visit big churches around the world, big churches like the Potter's Tabernacle, the church in Nigeria, Redeemed Pentecostal Church, which spans 3 kilometers square, a big sanctuary and a big place. Even the president has to take almost 6 months prior permission to meet the pastor. Such a big influence in that place. As he said, church has to become a corrective force and influence in the society, and that's what we need to do. It's not that we go there and meet the presidents, but the political leaders, the other people of higher stratas of the society, they need to come and meet us, because the Lord is with us and some revival has happened. Something different is with us, and they need to come for comfort and solace in us. And as the pastor said, Aaron and Hur was able to support the hands of Moses, and the Amalekites were put down because of that. And you need to support the vision and mission of the church which you are in. When you have such kind of a unity, submission, collaborative effort, unanimity and consensus in you, revival will break out. And if a sea water, if it stays in a bucket, that will never produce any waves whatsoever. But if it is in the sea, it will produce waves, and that will be beneficial for all. So the church needs somebody to support, somebody to take up the ladder and support somebody who is plugging the bulb up there in the top. അതിനകത്ത് ഞാൻ സബ്മിഷൻ എന്ന വിഷയത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് സമസ്ത വിഷയങ്ങളിലും അധികാരപ്പെടുത്തുന്ന ഒരു മേഖല, ഒരു പശ്ചാത്തലമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്റെ മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിൽ മേലും സർവ്വഭൂമിയിലും ഭൂമിയിൽ ഇഴയുന്ന സകല ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളുടെ മേലും ജീവജാലങ്ങളുടെ മേലും സമസ്ത വസ്തുക്കളുടെ മേലും വാഴുവാൻ അവർക്ക് അധികാരം കൊടുത്തു, നയിക്കുവാൻ. ഒന്ന് പറഞ്ഞേ, മനുഷ്യനെ നയിക്കുവാനായി ദൈവം സകലതും അവനെ ഏൽപ്പിച്ചു. നയിക്കുവാൻ ഏൽപ്പിച്ചു. ജീവജാലങ്ങളെ നയിക്കുവാൻ, പ്രകൃതിയെ നയിക്കുവാൻ, ഈ ഭൂമിയിലുള്ള സമസ്ത വിഷയങ്ങളെയും നയിക്കുവാൻ, സിംഹത്തിന് സിംഹമെന്ന് പേരിടുവാൻ, കരടിക്ക് കരടി എന്ന് പേരിടുവാൻ, പുലിക്ക് പുലി എന്ന് പേരിടുവാൻ,
ജീവജാലങ്ങൾക്കെല്ലാം പേരിട്ടത് ആദമാണ്. സകല മൃഗങ്ങൾക്കും ടൈഗറിന് ടൈഗർ എന്ന പേരിട്ടത് ആദമാണ്. സകലത്തെ നയിക്കുവാൻ സമസ്ത വിഷയങ്ങളിലും മനുഷ്യന് ദൈവം അധികാരം കൊടുത്തു. നിങ്ങൾ ഈ വിഷയം ഒന്ന് ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ സഹോദരിമാരെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ, ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ നയിക്കുവാനാണ്. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങളിലൊരു ലീഡറുണ്ട്. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങളിലൊരു നേതാവുണ്ട്. അയ്യോ പാസ്റ്റർ, എനിക്ക് ഒരു കഴിവുമില്ല, എന്നെ ഒന്നും ഏൽപ്പിക്കല്ലേ, ഞാൻ മിടുക്കിയല്ല, എനിക്ക് ഒരു കഴിവില്ലാത്ത ആളാണ് നിങ്ങൾ പറയരുത്. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ, ദൈവ സൃഷ്ടിയാണെങ്കിൽ, നിങ്ങളുടെ അകത്ത് ഇൻബോണായി നാച്ചുറലായി അതിനകത്ത് രക്ഷിക്കപ്പെടണമെന്നോ സ്നാനപ്പെടണമെന്നോ ഒന്നുമില്ല. അതിനകത്ത് നിങ്ങൾ ഒരു സഭയിൽ വന്ന് ആരാധിക്കണമെന്നൊന്നുമില്ല. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ, സൃഷ്ടിയായ മനുഷ്യ, നിന്റെ അകത്ത് ഒരു ലീഡറിനെ ദൈവം വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? നമ്മൾ സ്കൂളിൽ പഠിച്ച കാലത്ത് നമ്മളെ പെട്ടെന്ന് പിടിച്ച് ക്ലാസ് ലീഡറാക്കി. അന്ന് നമ്മളെ ക്ലാസ് ലീഡർ ആക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, അയ്യോ എന്നെ ക്ലാസ് ലീഡർ ആക്കല്ലേ സാറേ, എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ 8ാം ക്ലാസ്സിൽ നിങ്ങളെ ലീഡറാക്കി. 9ാം ക്ലാസ്സിൽ വന്നപ്പം അതേ വിദ്യാർത്ഥികൾ പറഞ്ഞു, നിങ്ങൾ തന്നെ ലീഡറായാൽ മതിയെന്ന്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആ ക്ലാസ് റൂമിനെ നയിക്കാൻ തുടങ്ങി. വിവാഹപ്രായമായപ്പം നിങ്ങളുടെ മനസ്സിലൊരു അങ്കലാപ്പുണ്ടായിരുന്നു, എങ്ങനെ ഞാനൊരു കുടുംബത്തെ നയിക്കുമെന്ന്, എങ്ങനെ ഞാനൊരു ഭാര്യയായിട്ടിരിക്കും, ഒരു ഭർത്താവായിട്ട് എങ്ങനെ കുടുംബത്തെ നയിക്കും, കുഞ്ഞുങ്ങളെ തന്നാൽ എങ്ങനെ വളർത്തും, എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ആശങ്കയുണ്ടായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കി, എത്ര ബ്യൂട്ടിഫുള്ളായി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നയിച്ചു. നിങ്ങൾ നല്ലൊരു ഭാര്യയായി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു അപ്പനായി, നല്ലൊരു അമ്മയായി, എത്ര നന്നായിട്ട് നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. നിങ്ങളൊരു സഭയിൽ വന്നപ്പോൾ നിങ്ങളെ ചെറിയ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു, കെയർ സെല്ലുകൾ ഏൽപ്പിച്ചു, ലീഡർഷിപ്പിന്റെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വെപ്രാളം ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെ പാടും, ഞാൻ എങ്ങനെ ലീഡ് ചെയ്യും, ഞാൻ എങ്ങനെ നടത്തും, ഞാൻ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുമെന്ന്. പക്ഷേ നിങ്ങൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായി നിങ്ങൾ കാര്യങ്ങൾ ചെയ്തില്ലേ? നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്ക് വന്നു, നിങ്ങൾ അമേരിക്കയിൽ പോയി, കുവൈറ്റിൽ പോയി, ദുബായിൽ പോയി, അല്ലെ കേരളത്തിൽ എവിടെയോ ആകട്ടെ, നിങ്ങളൊരു പുതിയ സ്ഥലത്ത് ജോലിക്ക് ചെല്ലുമ്പോൾ നിങ്ങളകത്തൊരു ആശങ്ക ഉണ്ടായിരുന്നു, ദൈവമേ ആ ഹോസ്പിറ്റലിൽ കാര്യമൊക്കെ എങ്ങനെയാ, ഞാൻ എങ്ങനെയായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കും അവിടുത്തെ സ്ഥിതികൾ, ഞാൻ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, ബോസ് എന്ത് പറയും, എൻ്റെ കൂടെ ഭയങ്കര ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ഇന്ന് ആ കമ്പനിയിൽ, ആ ഓഫീസിൽ, ആ ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ലൊരു സ്റ്റാഫായി, ഏറ്റവും നല്ലൊരു പ്രവർത്തകനായി, ഏറ്റവും നല്ലൊരു പ്രവർത്തകയായി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ? അതിന്റെ കാരണം എന്നാ? അതിന്റെ കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അകത്തുള്ള ആ ലീഡർ, നിങ്ങളുടെ അകത്തുള്ള നേതാവ് നയിക്കുവാൻ ദൈവം നിങ്ങളിൽ ഇട്ടിരിക്കുന്നതായ ദൈവകൃപ ഉണരുന്നതാണ്. നിശ്ചയമായി നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനിൽ ദൈവം ഇട്ട നിക്ഷിപ്തമായ, അവനിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കഴിവാണ്, ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് സകലത്തെയും നയിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു സത്യം, സകലത്തെയും നയിക്കുവാനും സകലത്തെയും വാഴുവാനും സകലത്തെയും അടക്കി ഭരിക്കുവാനും ദൈവം മനുഷ്യന് അധികാരം കൊടുത്തിരിക്കുമ്പോൾ തന്നെ ദൈവം ഒരു കണ്ടീഷനും കൂടെ വെച്ചു, മനുഷ്യ, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കരുത്. അതെന്താ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കാരണം? നീ അധികാരമുള്ളവനാണ്, നീ അവകാശിയാണ്, നീ നയിക്കാനുള്ളവനാണ്, നീ വാഴാനുള്ളവനാണ്, എല്ലാം ശരിയാണെങ്കിലും നീ ഇതെല്ലാം ആയിരിക്കുമ്പോൾ തന്നെ നീ അധികാരങ്ങൾക്ക് വിധേയപ്പെടേണ്ടവനാണ്. നീ ഇതെല്ലാം ആയിരിക്കുമ്പോൾ തന്നെ ദൈവികമായ അധികാരത്തിന് നീ സബ്മിസീവ് ആയിരിക്കേണ്ടവനാണ്. അതുകൊണ്ടാണ് ദൈവം ഇതെല്ലാം വിട്ടുകൊടുക്കുമ്പോഴും ഒരു കണ്ടീഷൻ അവിടെ വെച്ചത്, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത്. മനുഷ്യ, നീ വാഴുക, ഭരിക്കുക, നയിക്കുക, അപ്പോൾ തന്നെ ഞാൻ നിനക്ക് വെച്ചിരിക്കുന്ന അധികാരത്തിനും പരിധികൾക്കും നീ സബ്മിസീവ് ആയിരിക്കണം. അവിടെ മനുഷ്യൻ സബ്മിസീവ് അല്ലാതായി തീർന്നതാണ്, വിധേയപ്പെടാതെ പോയതാണ്, ദൈവത്തോട് മറുതലിപ്പ് കാണിച്ചതാണ്. അവൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുവാനും അവന്റെ തേജസ് നഷ്ടപ്പെടുവാനും പാപം അവനെ കടന്നു പിടിക്കുവാനും അവൻ ശാപഗ്രസ്തനായി തീരുവാനും ഉള്ളതിന്റെ കാരണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നാം അധികാരം
ഉള്ളവരായിരിക്കുമ്പോൾ തന്നെ, നാം വാഴ്ച നടത്തുമ്പോൾ തന്നെ, നാം എല്ലാറ്റിൻ്റെയും മുകളിൽ സകലത്തെയും നയിക്കുമ്പോൾ തന്നെ നാം ദൈവികമായ അധികാരങ്ങൾക്ക് വിധേയപ്പെടേണ്ടവരാണ്. Genesis 1:26-27, we find that God created the human beings to rule and to lead out the whole creation, and that authority was given to them. That was in the image and likeness, and they are supposed to lead out. They named every creation, every animal, and that kind of an authority was there. And if you are born as a human being, that authority is natural in you. You may say, I am timid, I am good for nothing, but the Lord has placed that leadership trait inside of you. It is inborn, it's natural. And when you look into your past life, you might have led as a monitor in your class, as a class prefect. You might have led out in the care cells. You might have become a good person inside your professional life. All these in your marriage, in everywhere, the Lord has fostered that kind of leadership quality within you, and it comes out in proper time. And without your knowledge, you are a leader, and that has been proved somewhere. But even so, there is a condition. These people, Adam and Eve, were given the authority of leadership to rule and to lead out. Even then, there was a condition. The Lord said, do not eat that forbidden fruit. That was the condition. That means even when they were leaders, they were to be submissive to the commandments of the Lord, and the conditions needed to be met. And once that was breached, once that was broken, they were thrown out of their position. They fell short of all God's glory, and all sorts of dismal situation happened from them. So submitting to authority, even when you are a leader, is the most important thing that we find from the first chapters of the Bible. ഈ ആദവും ഹവ്വയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും ആ കവറിങ്ങിനകത്തുനിന്ന് അവര് പുറത്തു പോയതിന്റെ ഒക്കെ കാരണം മറ്റൊന്നുമല്ല, ദൈവം വെച്ച അധികാരത്തിന്റെ പരിമിതികളെ ലംഘിച്ചതാണ്. പലപ്പോഴും പലരും സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് അധികാരങ്ങൾക്ക് വിധേയപ്പെടാതെ പോകുമ്പോഴാണ്. പലരെയും ഓഫീസിൽ നിന്ന്, കമ്പനിയിൽ നിന്ന് ബോസ് പറഞ്ഞു വിടുന്നത് നിങ്ങൾ ആ അതോറിറ്റിക്ക് സബ്മിസീവ് ആകാതിരിക്കുമ്പോഴാണ്. എപ്പോഴും അറിയണം പ്രിയപ്പെട്ടവരെ, അധികാരങ്ങൾക്ക് നാം വിധേയപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നാം അനുഭവിക്കുന്ന ഒരു ദൈവിക അനുഗ്രഹമുണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യണം, അത് അനുഭവിച്ചറിയണം. ഈ അപ്പോസ്തലനായ പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 13-ാം അധ്യായത്തിൽ നിന്ന് 2 വാക്യങ്ങളിൽ, റോമൻസ് ചാപ്റ്റർ 13, അവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഏത് മനുഷ്യനും, എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, എവറി സോൾ. You are the district pastor, you are the overseer, you are the Benigin, you are the Christoyaklome, you are the Reinhard Bonke. No, every man. Amen. Every man, every soul be subject unto the higher powers. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് വിധേയപ്പെടട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഉള്ള അധികാരങ്ങളോ, ഇപ്പോൾ നിങ്ങൾക്ക് മീതെ ദൈവമാക്കി വെച്ചിരിക്കുന്ന അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. 2-ാമത്തെ വാക്യത്തിൽ, ആകയാൽ അധികാരത്തോട് മറുതലിപ്പ് കാണിക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുതലിപ്പ് കാണിക്കുന്നു. മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. ഈ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിനക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാകും, നിനക്കൊരു ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് ന്യൂ ടെസ്റ്റ്മെന്റിൽ പ്രത്യേകിച്ച് തന്റെ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 2 മേഖലകൾ. ഒന്ന്, ലോർഡ്സ് ടേബിളുമായിട്ടുള്ള ബന്ധത്തിൽ അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അങ്ങനെ ചെയ്യുന്നവൻ ശിക്ഷാവിധി പ്രാപിക്കും. എന്നാൽ അതേ കോണ്ടെക്സ്റ്റിൽ, അതേ നിലവാരത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന 2-ാമത്തെ മേഖല ഇതാണ്: അധികാരത്തോട്, ആത്മീക അധികാരത്തോട്, ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങളോട് മറുതലിപ്പ് കാണിക്കുന്നവൻ. അവിടെ നല്ലൊരു പദമാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥകളെ മറുതലിക്കുന്നു. കാരണം ദൈവസഭയിൽ വെച്ചിരിക്കുന്ന ഒരു ദൈവിക ക്രമമുണ്ട്.
ദൈവം കുടുംബത്തിൽ വെച്ചിരിക്കുന്ന ഒരു ദൈവിക ക്രമമുണ്ട്. ദൈവം ഓരോ മേഖലകളിലും ഒരു ദൈവിക ക്രമമുണ്ട്. കേരള സംസ്ഥാനത്തിന്, കേരള ഗവൺമെന്റിന് ഒരു ക്രമമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ക്രമമുണ്ട്. അമേരിക്കൻ ഭരണഘടനയ്ക്ക് ഒരു ക്രമമുണ്ട്. രാജ്യത്തിലെ നിയമങ്ങൾക്കും നിയമസംഹിതകൾക്ക് പോലും ഒരു ക്രമമുണ്ട്. എവിടെ വണ്ടി ഇടണം, എവിടെ വണ്ടി ഇടരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനൊക്കെ സർട്ടിഫിക്കറ്റ് വേണം, എന്തിനൊക്കെ സർട്ടിഫിക്കറ്റ് വേണ്ടാന്ന നിയമമുണ്ട്. ഹല്ലേലൂയ. അധികാരത്തോട് മറുതലിപ്പ് കാണിക്കുന്നവൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെയാണ് തെറ്റിക്കുന്നത്. അങ്ങനെ തെറ്റിക്കുന്നവർക്ക് ജഡ്ജ്മെന്റ് ഉണ്ടാകും, ശിക്ഷാവിധി അവർ പ്രാപിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. അതിന്റെ 1-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ഗൗരവമായി ശ്രദ്ധിക്കണം പ്രിയരെ. ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് വിധേയപ്പെടട്ടെ. നിങ്ങളൊരു ഭാര്യയാണോ? നിങ്ങളുടെ മീതെ ദൈവമാക്കിയിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ശിരസാണ്. നിങ്ങൾ അതിന് വിധേയപ്പെടണം, ആ മനുഷ്യന്. നിങ്ങളൊരു മകനോ മകളോ ആണോ? നിങ്ങളുടെ പേരൻസിന് നിങ്ങൾ സബ്മിസീവ് ആയിരിക്കണം. നിങ്ങളൊരു സഭയിലെ വിശ്വാസിയോ ശുശ്രൂഷകനോ ആണോ? ആ ദൈവസഭയെ നയിക്കുന്ന ദൈവപുരുഷന് നിങ്ങൾ സബ്മിസീവ് ആയിരിക്കണം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ എന്തുവാ? നിങ്ങളുടെ മീതെ ദൈവമാക്കിയിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവിനെ ദൈവമാണ് നിങ്ങളുടെ മീതെ ആക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മീതെ ദൈവം ആക്കിയിരിക്കുന്ന ആ പാസ്റ്ററിനെ അല്ലെങ്കിൽ ആ ദൈവപുരുഷനെ ദൈവമാണ് നിങ്ങൾക്ക് മീതെ ആക്കിയിരിക്കുന്നത്. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ, അതാണ് ഉള്ള അധികാരങ്ങളോ, ഇപ്പോൾ നിലവിലുള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമാണ് നിങ്ങളെ, ആ വ്യക്തിയെ നിങ്ങളുടെ മീതെ നിയമിച്ചത്. നിങ്ങളായിരിക്കുന്ന സഭയിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുമ്പോൾ അതിന്റെ നടത്തിപ്പുകാരുണ്ട്. ആ ദൈവസഭയെ നയിക്കുന്ന, ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്ന, ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട്, ഒരു അധികാരസ്ഥനുണ്ട്. ആ അധികാരസ്ഥനെ ദൈവമാണ് നിയമിച്ചിരിക്കുന്നത് എന്ന ബോധ്യം അകത്തുണ്ടാകണം. നിന്റെ മീതെയുള്ള നിന്റെ പേരൻസിനെ, മാതാപിതാക്കളെ ദൈവമാണ് നിനക്ക് മീതെ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അധികാരത്തോട് മറുതലിപ്പ് കാണിക്കുന്നവർ ശിക്ഷാവിധി അനുഭവിക്കുമെങ്കിൽ ലോർഡ്സ് ടേബിളിന്റെ അതേ മാനദണ്ഡം ഞാൻ എടുക്കുകയാണ്. അയോഗ്യമായ അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്തവൻ ശിക്ഷാവിധി പ്രാപിക്കും. രോഗിയായി തീരുമെങ്കിൽ വ്യവസ്ഥയോടെടുക്കുന്നവൻ സൗഖ്യമാകും. അങ്ങനെയാണെങ്കിൽ അധികാരത്തോട് മറുതലിപ്പ് കാണിക്കുന്നവൻ ശിക്ഷാവിധി പ്രാപിക്കുമെങ്കിൽ അധികാരത്തിന് വിധേയപ്പെടുന്നവൻ അനുഗ്രഹിക്കപ്പെടും. അധികാരത്തിന് വിധേയപ്പെടുന്നവൻ അനുഗ്രഹം പ്രാപിക്കുവാനിടയാകും. ഞാൻ ഒരു വാക്യം കൂടെ എടുക്കുന്നു. എബ്രായർ 13:17, ഹീബ്രു ചാപ്റ്റർ 13:17 വ്യക്തമായി അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളെ നടത്തുന്നവരെ, നിങ്ങളെ നയിക്കുന്നവരെ അനുസരിച്ച് നിങ്ങൾ ഈ കീഴടങ്ങുക എന്നുള്ള പദം നിങ്ങൾ വിട്ടേക്കണം. മലയാളത്തിൽ ആ ഒരു സെന്റൻസ് തെറ്റാട്ടോ. കൃപാവരം, വരമല്ല, കൃപാദാനമാണ്. ദൈവം നമുക്ക് ദാനം നൽകിയതാണ്. അതുപോലെ തന്നെ കീഴടങ്ങുക എന്ന മലയാള പദം തെറ്റാണ്. സബ്മിഷൻ, സബ്മിറ്റ് യുവർ സെൽഫ് എന്നാണ് അതിന്റെ മലയാള പദം. നല്ല പദം വിധേയത്വം എന്നാണ്. വിധേയപ്പെടുക, ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളെ നടത്തുന്നവരെ നിങ്ങൾ അനുസരിച്ച് അവർക്ക് വിധേയപ്പെടുക. അവർ കണക്ക് ബോധിപ്പിക്കുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യാൻ ഇടവരുത്തുവിൻ. അല്ലാഞ്ഞാൽ നിങ്ങളെ നടത്തുന്നവർക്ക് അത് നല്ലതല്ലെന്നല്ല, അല്ലാഞ്ഞാൽ നിങ്ങൾക്കത് നല്ലതല്ലെന്നാ. നിങ്ങളുടെ മീതെയുള്ള അധികാരസ്ഥനത് നല്ലതല്ലെന്നല്ല, ആ വിധേയപ്പെടാതെ പോകുന്ന നിനക്കത് നല്ലതല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യയുടെ വായിക്കും. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. 1 Peter chapter 2 verse 13 to 18. സകല മാനുഷികമായ നിയമത്തിനും കർത്താവിൻ നിമിത്തം വിധേയപ്പെടുവീൻ. ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവരെന്ന് വെച്ച് നാടുവാഴികൾക്കും വിധേയപ്പെടുവീൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവ ഇഷ്ടമാകുന്നു. അടുത്ത വാക്യത്തിൽ, സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പീൻ. എല്ലാവരെയും ബഹുമാനിപ്പീൻ. സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ. ദൈവത്തെ ഭയപ്പെടുവീൻ. രാജാവിനെ ബഹുമാനിപ്പീൻ. പിന്നെ നമ്മളെ വിളിക്കുക, നിങ്ങളെ വിളിക്കുന്നു, വേലക്കാരെ, സെർവൻസ് ഓഫ് ഗാഡ്, സെർവൻസ് ഓഫ് ഗാഡ്.
വേലക്കാരെ, പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ നിങ്ങൾ വിധേയപ്പെടുവീൻ. അത് 13-ാം വാക്യം നോക്കിയേ. ഏത് മനുഷ്യനും സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം വിധേയപ്പെടുവീൻ. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിനൊരു നിയമമുണ്ട്. സൗദി അറേബ്യയിൽ ഇരുന്നാണ് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിയമമല്ല സൗദിയുടെ നിയമം. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അറബ് കൺട്രീസിന്റെ നിയമങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെക്കാൾ ഭയങ്കര ശക്തമേറിയ രാജകീയ നിയമങ്ങളാണ്. നമ്മളൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമത്തിന്, മാനുഷിക നിയമം, ദൈവിക നിയമത്തിന് മാത്രമൊന്നല്ല, മാനുഷിക നിയമത്തിന് കർത്താവിൻ നിമിത്തം എന്ത് ചെയ്യണം? വിധേയപ്പെടണം. ഇപ്പൊ കോവിഡിന്റെ സമയ സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് വെക്കണം, മാസ്ക് കെട്ടണം, സാനിറ്റൈസർ ഉപയോഗിക്കണം. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു, എനിക്ക് മാസ്കിന്റെ ആവശ്യമൊന്നുമില്ല. ദൈവം എന്നെ പറയരുത്, നിത്യതയിൽ കാണേണ്ടി വരും. ഇതാദ്യം പഠിക്ക്. സകല മാനുഷിക നിയമത്തിനും വചനമാ കർത്താവിൻ നിമിത്തം വിധേയപ്പെട. ഒരിക്കലും ഈ വാക്സിനേഷനും അന്തിക്രിസ്തുവായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെയുള്ള മണ്ടത്തര ഉപദേശങ്ങളിലൊന്നും ഈ പെട്ടേക്കരുത്. കർത്താവിന്റെ വരവും അനന്തര സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം പ്രിയരെ? അത് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും പഠിക്കണം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. നീ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല കർത്താവ് വരാൻ പോകുന്നത്. ഇപ്പൊ എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുക, കോവിഡിന്റെ സമയമാണ്, ദാ കർത്താവ് വരുന്നു, ഇതിപ്പം വൈറസ് ഇറങ്ങിയിരിക്കുന്നു, കർത്താവിന്റെ നീ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല കർത്താവ് വരാൻ പോകുന്നത്. നീ ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കുമ്പോഴാണ്. സ്വത്രം, ഞാനിത് പറഞ്ഞു തന്നില്ല, ആരാ പറഞ്ഞു തരുന്നത്? അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കണം വാക്സിൻ. ഇനി പാസ് എടുത്തോ? ഞാൻ എടുത്തു. അതുകൊണ്ട് വാക്സിൻ എടുത്തില്ലേ, വാക്സിൻ എടുക്കണം, മാസ്ക് വെക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം, ദുരുപദേശങ്ങളിൽ പെട്ടുപോകരുത്. ഈ സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം വിധേയപ്പെടുവെന്ന് എഴുതിയിട്ടില്ലേ? എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലം, നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലം, അവിടെ കൊണ്ടുപോയി കാർ ഇട്ടു, അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ടു. വണ്ടി ഇടാൻ പാടുണ്ടോ? ഇല്ല. അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആരാ എഴുതി വെച്ചിരിക്കുന്നത്? ഗവൺമെന്റ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് അമ്മാമ അച്ഛനോട് രക്തത്തിൽ ഏൽപ്പിക്കുന്നു, കർത്താവേ യേശുവിന്റെ പരിശുദ്ധമായ രക്തത്തിൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഉറപ്പാ തിരിച്ചു വരുമ്പോൾ അത് ഈ സ്റ്റിക്കർ കാണും. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അടയ്ക്കാൻ 500 രൂപയുടെ പെറ്റി അതിനകത്ത് കണ്ടിരിക്കും. കാരണം ദൈവം, യോഹന്നാൻ എന്താ പറഞ്ഞത്? യോഹന്നാൻ പറഞ്ഞത് ഈ ഭൂമിയിലെ മാനുഷികമായ നിയമങ്ങൾക്ക് വിധേയപ്പെടുവിരുന്ന. യേശു എന്താ പഠിപ്പിച്ചത്? കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാനാ. പത്രോസ് എന്താ പഠിപ്പിച്ച? സകലമായ എല്ലാം കരമടയ്ക്കണം, ഇൻകം ടാക്സ് അടയ്ക്കണം. ഈ ഭൂമിയിലെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം. സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം വിധേയപ്പെടണോ. എന്റെ ഭാഷ പറഞ്ഞാൽ ഒരുപാട് ആത്മീയത കാണിച്ച് ഓവറാകരുത്. There's a great blessing in being submissive to the Lord. Romans chapter 13 verse 1, and to every soul, that means everyone, there's no exception. They need to subject to higher powers and authorities, and all powers and authorities are ordained by the Lord. Whoever resists authority resists God's order or system, and they will bring judgment on themselves. There are two areas where Paul says you will have judgment on themselves. Two areas. One is if you partake in Lord's Supper unworthily, you will be having judgment on yourself. And secondly, it is this words, whoever resists authority. That means order is important wherever you are, whether it's in family, the head of the family is the husband, and that order need to be kept. And in the church, the man of God who is kept over you, that is the higher authority, and submission is important. And there's a blessing in these words. Outwardly, we may not think this is a blessing, but if a person who is partaking unworthily, he will get judgment. Then if a person partakes in a worthy manner, that person will have blessing and healing. Same way here, if a person submits to authority, that person will be having blessing in his life.
Hebrews chapter 13 verse 17, submit to those who lead you, who rule over you, otherwise it's not good for you. And 1 Peter 2:13 to 18, submit to every authority, Yeah. even to human authority, for God's sake. That is, for example, as the pastor said, some say these vaccines are from Antichrist, and don't do that, and don't say that. Take vaccines. That's the human law. The authorities have made that law for the people's sake, and we need to obey that. Obey masking, social distancing, all these things, protocols related to the pandemic now all over the world. We need to do that. And the Lord says, give what is due to Caesar and what is due to the Lord, to Jesus Christ. So submitting to authority, not just in family or church, to the rules which we, in the society which we live in, is very, very important. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ശ്രേഷ്ഠാധികാരി വന്ന് വെച്ച് രാജാവിനും ദേശത്തെ ഭരിക്കുന്ന ഭരണകർത്താവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനുമായി സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടു എന്ന് വെച്ച് നാടുവാഴികൾക്കും എന്ന് വെച്ചാൽ നിങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്മിസീവ് ആയിരിക്കണം. എല്ലാ രാജ്യത്തിലിരുന്ന് കേൾക്കുന്നവരും എന്നെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അവർ പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾക്ക് നിങ്ങൾ സബ്മിസീവ് ആയിരിക്കണം. 15-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട്. അപ്പം സബ്മിസീവ് ആയിരിക്കുക എന്ന് പറയുന്നത് എന്തുവാ? ഒരു നന്മയാ. സബ്മിഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു നന്മയാ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവ ഇഷ്ടമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മനുഷ്യരുടെ ഭോഷത്വം ഇല്ലാതാക്കണം, മിണ്ടാതാക്കണം. നിങ്ങൾ ഈ നന്മ ചെയ്യണം. എന്താണ് ആ നന്മ? സബ്മിസീവ് ആകുക. 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പ്രിയരെ, സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായി നടപ്പീൻ. എല്ലാരും ഒന്ന് പറഞ്ഞേ, സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരെ നടപ്പീൻ. ഈ പല സഭകളെയും നമ്മളെ പോലുള്ള ചർച്ചസിനെ അല്ലെ ഇൻഡിപെൻഡന്റ് ചർച്ചസ് എന്നാ പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇൻഡിപെൻഡന്റ് ചർച്ചസ് നല്ലതാ. നല്ല ദർശനത്തിൽ എല്ലാവരും തുടങ്ങിയപ്പോ, എല്ലാ പ്രസ്ഥാനങ്ങളും തുടങ്ങിയപ്പോ ഇൻഡിപെൻഡന്റ് ആയിരുന്നു. പിന്നെ അത് വലിയ വലിയ പ്രസ്ഥാനങ്ങളായി മാറിയത്. എല്ലാം ആദ്യം ഒന്നേന്നും പറഞ്ഞാൽ തുടങ്ങിയത്, പിന്നെ അത് 50, 100, 2000 ഒക്കെ ആയത്. പക്ഷെ ഇവിടെ ഈ സ്വതന്ത്ര സഭയാണെന്ന് കരുതി അങ്ങ് സ്വതന്ത്രമായി ഇറങ്ങരുത്. ഏതാ? തന്ത്രം, സ്വന്തം തന്ത്രം, അങ്ങനെ ഇറങ്ങരുത്. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. നിങ്ങൾക്കൊരു ഫ്രീഡം ഒരാൾ തന്നാൽ, അതൊരു പാസ്റ്റർ ആയിരിക്കും, അത് നിങ്ങളുടെ കമ്പനിയിലെ ബോസ് ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ ഒരു കംപ്ലീറ്റ് ഫ്രീഡം, അതിന്റെ കീ ഒക്കെ നിങ്ങളുടെ കയ്യിൽ തന്നാൽ, അലമാരയുടെ കീ നിങ്ങളുടെ കയ്യിൽ തന്നാൽ, ഫയൽസ് ഇരിക്കുന്ന കീ നിങ്ങളുടെ കയ്യിൽ തന്നാൽ, കാശ് നിങ്ങളെ ഏൽപ്പിച്ചാൽ, സഭ നിങ്ങളെ ഏൽപ്പിച്ചാൽ, ഉത്തരവാദിത്തം നിങ്ങളെ ഏൽപ്പിച്ചാൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ പോലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പല ഭാര്യമാരും ഭർത്താക്കന്മാരുടെ മൊബൈൽ പരിശോധിക്കാനോ പോക്കറ്റ് പരിശോധിക്കാനോ വണ്ടി പരിശോധിക്കാനോ ഒന്നും പോകത്തില്ല. അവരെവിടാ പോയ എടുത്തതെന്നൊന്നും പറഞ്ഞു അന്വേഷിക്കാൻ പോകത്തില്ല. ഭാര്യമാര് പോകുന്ന ഭർത്താക്കന്മാർ പലരും അന്വേഷിക്കാറില്ല. പരസ്പരം വിശ്വാസത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം, ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം, പാസ്റ്റർ വിശ്വാസികൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം, ഹല്ലേലൂയ, വിശ്വാസികൾ ദൈവപുരുഷന് തരുന്ന സ്വാതന്ത്ര്യം ഒരിക്കലും ദുഷ്ടതയ്ക്ക് തിന്മയ്ക്ക് മറയാക്കരുത്. അനീതി കാണിക്കുന്നതിന് മറയാക്കരുത്, ദ്രവ്യാഗ്രഹത്തിന് മറയാക്കരുത്, പാപം ചെയ്യുന്നതിന് മറയാക്കരുത്. ദൈവത്തിന്റെ ദാസന്മാരായി നിങ്ങൾ നടപ്പീൻ. നിങ്ങളെ ഒരു കെയർസൽ ഏൽപ്പിച്ചു, നിങ്ങളെ ഒരു പ്രാർത്ഥനാ കൂട്ടം ഏൽപ്പിച്ചു, നിങ്ങളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, ദൈവസഭ നിങ്ങളെ ഒരു വർഷിപ്പ് ടീമിനെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. ഈ വചനം എഴുതി തൂക്കണം. ദൈവത്തിന്റെ ദാസന്മാരാണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലെന്നാ പത്രോസ് പറയുന്നത്. ദൈവത്തിന്റെ ദാസന്മാരാണെങ്കിൽ, യു ആർ ദ സെർവന്റ് ഓഫ് ഗാഡ്, നീ ഒരു ദൈവദാസനാണെങ്കിൽ നിനക്കത് ചെയ്യാൻ പറ്റില്ലെന്നാ പത്രോസ് പറയുന്നത്. 17-ാമത്തെ വചനം, എല്ലാവരെയും ബഹുമാനിപ്പീൻ. പാസ്റ്ററെ മാത്രം ബഹുമാനിക്കാനല്ല, എൽഡറെ മാത്രം ബഹുമാനിക്കാനല്ല, ശുശ്രൂഷകരെ മാത്രം ബഹുമാനിക്കാനല്ല, ഓണർ ഓൾ men, എല്ലാവരെയും ബഹുമാനിപ്പീൻ. സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ.
രാജാവിനെ ബഹുമാനിപ്പീൻ. എല്ലാവരെയും ബഹുമാനിക്കുന്നവരായി, സഹോദരവർഗത്തെ സ്നേഹിക്കുന്നവരായി, ദൈവത്തെ ഭയപ്പെടുന്നവരായി, അധികാരങ്ങളെ, ആ രാജാവ് ഉദ്ദേശിക്കുന്ന അതോറിറ്റിയാണ്, അധികാരങ്ങൾക്ക് ബഹുമാനം കൊടുക്കുന്നവരായി. 18-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: വേലക്കാരെ, ശുശ്രൂഷകരെ, ഉത്തരവാദിത്തങ്ങൾ നിൽക്കുന്നവരെ, ലീഡേഴ്സ്, നിങ്ങൾ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്ക് മാത്രമല്ല. ചിലർ പറയാറുണ്ട്, ആ പുള്ളി നല്ലൊരു മനുഷ്യനായോണ്ടാ ഞാൻ പുള്ളിയുടെ കൂടെ നിൽക്കുന്നതെന്ന്, പുള്ളി നല്ലൊരു വ്യക്തിത്വമായതുകൊണ്ടാണ് ഞാൻ വിധേയപ്പെടുന്നത്. നല്ല, അങ്ങനല്ല. നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല, ദൈവമാണ് ആ വ്യക്തിയെ നിന്റെ മീതെയാക്കിയെങ്കിൽ, അങ്ങേര് മൂർഖനാണെങ്കിലും, ഇപ്പം കാഠിന്യമുള്ള മനുഷ്യനാണെങ്കിലും, ഹല്ലേലൂയ, അല്പം റഫായിട്ടുള്ള വ്യക്തിയാണെങ്കിലും, നിങ്ങൾ ആ വ്യക്തിക്ക് സബ്മിസീവ് ആയിരിക്കണമെന്ന് ദൈവജനം നിങ്ങളെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. എന്നാൽ 20-ാമത്തെ വചനം ഒന്ന് നോക്കിയേ: കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്ന സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. നിങ്ങൾ വിധേയപ്പെട്ടിട്ടും, നിങ്ങൾ ബഹുമാനിച്ചിട്ടും, നിങ്ങൾ സ്നേഹിച്ചിട്ടും, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടും, നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തിട്ടും, നിങ്ങളുടെ ജീവിതവും സകലതും ആ ഒരു ദർശനത്തിന് വേണ്ടി ഏൽപ്പിച്ചിട്ടും നിങ്ങൾക്ക് പ്രതിസന്ധികളും കഷ്ടതകളുമാണ്. നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ ചെയ്ത നന്മയാൽ ദൈവത്തിനത് പ്രസാദകരമായിരിക്കുന്നു. ദൈവം നിങ്ങളെ മാനിക്കുവാനിടയാകും. 2 Peter 2:16 says, as free persons, yet not using your liberty as a cloak of vice, but as servants of God, we need to submit to authority. So, and never use this freedom as a pretext to sin. Whatever is put into our custody, whatever is entrusted to us, maybe that's the worship leadership or the care cells or the keys or the bookkeeping, book accounting session, wherever, whatever things are entrusted to our care, we need to be faithful to the one who entrusted these things to us, and do not make divisions and do not make splits so that greater headaches may come to the people who are in authority. And in verse 17, honor all people, not just the leaders, but even to the least persons you need to give respect and honor. Love the brotherhood, fear God, honor authority. Verse 18, submit even to harsh leaders, not just to good and pleasant ones, even to harsh people we need to submit if that person is just above you. And even when you did everything properly, even then if you get back vilings, if you get back bad results, but still if you submit to the Lord is seeing everything and he will reward you. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ പറഞ്ഞല്ലോ, വിധേയത്വത്തിനൊരു മനോഹരത്വം ഉണ്ടെന്ന്. നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്തേ. ഒരു ഹസ്ബൻഡിന് വിധേയപ്പെട്ടിരിക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് നയിക്കുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ അപ്പനും അമ്മയ്ക്ക് സബ്മിസീവ് ആയിരിക്കുന്നു. പേരൻസിന് സബ്മിസീവ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഹസ്ബൻഡിന് സബ്മിസീവ് ആയിരിക്കുന്ന വൈഫ്, ആ ഭവനം, ആ വീട് തന്നെ അങ്ങോട്ട് കയറി ചെല്ലാൻ തന്നെ, അവരോട് മിണ്ടാൻ തന്നെ, ആ വീടിന് തന്നെ ഒരു ബ്യൂട്ടി ഉണ്ട്. ഒരു അധ്യാപകൻ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നു. ആ അധ്യാപകൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ട്, ആ അധ്യാപകൻ പഠിപ്പിക്കുന്നെങ്കിൽ ആ അധ്യാപകന് വിധേയപ്പെട്ട്, ആ കുട്ടികൾ ഒന്നിച്ച് ഒരുമനപ്പെട്ട്, ആ അധ്യാപകൻ പറഞ്ഞ യൂണിഫോം ഒരുപോലെ ഇട്ട്, ഒരുപോലെ വന്നിരുന്ന് ഒന്നിച്ച് ആ അധ്യാപകൻ പറയുന്നത് കേട്ട് എഴുതിയെടുക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ക്ലാസ് റൂം ഒന്ന് നോക്കിയേ. എന്നാ ബ്യൂട്ടിയാ അത് കാണാൻ, എന്നാ ബ്യൂട്ടിയാ ആ ക്ലാസ് റൂം കാണാൻ. അല്ലാതെ അധ്യാപകൻ പഠിപ്പിക്കും, അങ്ങോട്ട് തിരിയുമ്പോൾ ഒരുത്ത ബെഞ്ചേ കയറി നിൽക്കുന്നു, വേറൊരുത്ത സൈഡേ ഇരിക്കുന്നു. ആ ക്ലാസ് റൂം കാണാൻ കൊള്ളാവോ? കൊള്ളില്ല, ഇല്ല. വിധേയത്വത്തിനൊരു മനോഹരത്വമുണ്ട്. ഒരു ദൈവസഭ നയിക്കുന്നു, ആ ദൈവസഭയെ ദൈവം ദർശനമേൽപ്പിച്ച, ദൈവം നിയോഗിച്ച ദൈവപുരുഷൻ നയിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം സഹശുശ്രൂഷകർ നിൽക്കുന്നു. അതാത് മേഖലകളിലുള്ള ശുശ്രൂഷകർക്ക്, അതാത് മേഖലകളിലുള്ള വിശ്വാസികൾ സബ്മിസീവ് ആയിരിക്കുന്നു. ആ ദൈവസഭയിലെ ദൈവമക്കൾ ആ ദൈവിക അധികാരങ്ങൾക്ക് വിധേയപ്പെട്ടിരുന്നുകൊണ്ട്, ദർശനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു. ആ സഭ എന്ത് രസ, എന്ത് ബ്യൂട്ടിഫുള്ളാ, എന്ത് മനോഹരമാ. ഞാൻ അതിനായിട്ട് എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ് പ്രിയരെ. അതുകൊണ്ട്
ഇനി മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം പറയാം, വിധേയത്വത്തിനൊരു മനോഹരത്വമുണ്ട്. വിധേയപ്പെടുന്നവർ ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കും. ഇത് ഭയപ്പെട്ടിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. പുത്രനായവൻ പിതാവായ ദൈവത്തിന് സബ്മിസീവായിരുന്നു. ഫിലിപ്പിയർ 2:6 വായിക്കാം. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. അവിടെ എന്താ വായിക്കുന്നേ? അവൻ ദൈവമായിരുന്നു യേശു. ആ ദൈവരൂപത്തിലിരിക്കാതെ, അത് മുറുകെ പിടിക്കാതെ കർത്താവായ യേശു ക്രിസ്തു ആ പിടി വിട്ടു. ദൈവമാണെന്നുള്ള ആ പിടി വിട്ടു, ആ പിടുത്തം വിട്ടു. അതുകൊണ്ടാണ് ഞാനും നിങ്ങൾ രക്ഷപ്പെട്ടെ. അത് മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വിധേയപ്പെട്ടു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു പിതാവിന്. തന്നെത്താൻ താഴ്ത്തി എവിടം വരെ? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം പിതാവിന് അധികാരത്തിന് താൻ അനുസരണമുള്ളവനായി. 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അതാ ഞാൻ പറഞ്ഞത്, വിധേയപ്പെടുന്നവനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, അനുസരിക്കുന്നവനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആത്മീക അധികാരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ സബ്മിഷനിൽ ജീവിക്കുന്ന വ്യക്തിമേ, മനുഷ്യനല്ല, സംഘടനയല്ല, നിന്റെ ബുദ്ധിയല്ല, കഴിവല്ല, തന്റെ ഇടമല്ല നിന്നെ ഉയർത്താൻ പോകുന്നത്. ദൈവത്താൽ തന്നെ ഒരു ഉയർച്ച നിന്നിലുണ്ടാകും. ദൈവത്താൽ തന്നെ ഒരു മാന്യത നിന്നിലുണ്ടാകും. മനുഷ്യൻ ഉയർത്തിയാൽ അതിന് പരിമിതികളുണ്ട്. നമ്മൾ തന്നെത്താൻ ഉയരാൻ ശ്രമിച്ചാൽ അതിനും പരിമിതികളുണ്ട്. എന്നാൽ ദൈവം നമ്മളെ ഉയർത്തിയാൽ, ദൈവം നമ്മളെ മാനിച്ചാൽ അതിന് പരിധികളില്ല, അതിന് പരിമിതികളില്ല. ക്രൂശിലെ മരണത്തോളം വിധേയപ്പെട്ടുകൊണ്ട്, പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, പുത്രൻ ആ പിതാവിനെ തന്നെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് അനുസരണമുള്ളവനായി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അനുസരണമുള്ള പുത്രന്മാർ, പുത്രിമാർ ദൈവസഭയിൽ ഉണ്ടാകട്ടെ. വിധേയപ്പെടുന്ന പുത്രന്മാർ, പുത്രിമാർ ദൈവസഭയിൽ ഉണ്ടാകട്ടെ. ഏൽപ്പിച്ചു കൊടുക്കുന്ന പുത്രന്മാർ, പുത്രിമാർ ദൈവസഭയിൽ ഉണ്ടാകട്ടെ. കാലഘട്ടത്തിന്റെ ശബ്ദങ്ങളായി, ദൈവ ശബ്ദങ്ങളായി ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ സ്വർഗത്തിലെ ദൈവം അവരെ ഉയർത്തട്ടെ, അവരെ മാനിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. When there is submission in family, in church, in wherever places you are placed in, there is always a beauty in that. And how charming it is when a wife is submissive to the husband, and we feel like going into those homes because there's a great peace and harmony and serenity in that home, and such a goodness dwells and it permeates. That fragrance of that is there in those homes. And think about a church, think about a classroom, wherever this kind of order is kept, there's a greater charm and greater blessing. And we have the greatest example for this, that is Jesus Christ. He was in supreme position. He was the creator, co-creator with the Lord, and he was there in eternity. He came down. He did not think that I should cling on to this position. He withheld it. He came down, emptied himself, and he was obedient and submissive to the Father unto the cross. And what was the result? He did not complete, he did not just got destroyed on the cross, but he came up and the Father lifted him up and over above everything that was on this world, and everything was submitted under his foot. Why? Because he was submissive. Why? Because he was obedient to the Father. And the prayer today is that Lord should raise people in different parts of the world, where this church is. The Lord should raise people who are submissive and obedient to the authorities, so that they can become the voice of the times, who can attract huge amount of people to the kingdom of the Lord, and the Lord will do that. യേശുക്രിസ്തുവിനെ പോലെ അനുസരണമുള്ള ഒരു പുത്രനായി, യേശുക്രിസ്തുവിനെ പോലെ പിതാവിന് വിധേയപ്പെടുത്തി കൊടുത്ത ഒരു പുത്രനായി, പുത്രിയായി എനിക്ക് കർത്താവിന്റെ മാതൃകയാകണം, എനിക്ക് ആ യേശുവിന്റെ പാത പിൻപറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ കൈകളൊന്ന് ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ പ്രിയരെ. നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യം നന്മയായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ അതിന് വിധേയപ്പെടണം. ദ സെയിം ടൈം ഞാൻ പഠിപ്പിക്കുമ്പോൾ എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കും. മറുഭാഗത്ത് ഇതിനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ നിന്റെ പാസ്റ്ററാണ്,
ഞാൻ നിന്റെ ബോസാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാം നീ അനുസരിക്കണം എന്ന നിലയിൽ തെറ്റായ കാര്യങ്ങളിൽ നിങ്ങളെ ടെംപ്റ്റേറ്റ് ചെയ്യുകയോ, ഞാൻ നിന്റെ മീതെയുള്ള ലീഡറാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന് പഠിപ്പിക്കുകയോ പറയുകയോ പാപത്തിലേക്ക് നിന്നെ ഡൈവേർട്ട് ചെയ്യുകയോ ചെയ്താൽ, റിപ്പോർട്ട് ചെയ്താൽ അങ്ങനെ എത്രയോ പേരെ തെറ്റായ നിലയിൽ തിന്മയിലേക്ക് കൊണ്ടുപോയ ചരിത്രങ്ങൾ, സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്റെ സ്പിരിച്വൽ ഫാദറാ, ഞാൻ നിന്റെ മീതെയുള്ള അതോറിറ്റിയാ, ലീഡറാ, അവകാശിയാ, അധികാരിയാ എന്നൊക്കെ പറഞ്ഞ് തെറ്റായ നിലയിൽ നിന്നെ ഗൈഡ് ചെയ്താൽ ഒരു സബ്മിഷനും ഇല്ല. അവിടെ ഏൽപ്പിച്ചു കൊടുക്കരുത്. റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് റിപ്പോർട്ട് ചെയ്യണം. അതെവിടാ നിങ്ങൾക്കറിയാം, അവിടെ റിപ്പോർട്ട് ചെയ്യണം. എത്ര പേർക്ക് പ്രയോജനകരമാകുന്നു പ്രിയപ്പെട്ടവരെ? ഇത് ഒന്ന് കൈ ഉയർത്തി കാണിച്ച് തുറന്ന് സംസാരിക്കുക. പക്ഷേ ഒരു ദൈവദാസൻ ഒരു നല്ല കാര്യം പറഞ്ഞു തന്നാൽ, ഒരു നല്ല ഉപദേശം തന്നാൽ നമ്മൾ ബഹുമാനിക്കണം. നല്ല വചനം പ്രസംഗിക്കുന്നവരെ, നല്ല ജീവിതമുള്ളവരെ ബഹുമാനിക്കണം പ്രിയരെ. പ്രാഗൽഭ്യത്തോടെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവരെ ഓണർ ചെയ്യണം. അവര് ഇരട്ടി ബഹുമാനത്തിന് യോഗ്യരാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഡബിൾ ഓണറിന് അവർ യോഗ്യരാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഏറ്റവും ഒടുവിൽ നാലാമതായി ടീച്ചബിൾ എന്ന വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ടീച്ചബിൾ ഹാർട്ട് എന്ന് നമ്മൾ പറയത്തില്ലേ? ഹല്ലേലൂയ. എപ്പോഴും നാം അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ടീച്ചബിൾ ആകാൻ തടസ്സമായിരിക്കുന്നത് നമ്മുടെ പ്രൈഡാണ്. ഞാൻ എന്ന ഭാഗം. എന്നെ ആരും പഠിപ്പിക്കണ്ട, എന്നോട് ആരും ഒന്നും പറയണ്ട, എന്നെ ആരും ഒന്നും ഉപദേശിക്കണ്ട എന്ന ഭാവമാണ്, ആ പ്രൈഡാണ് പലപ്പോഴും പലരും ടീച്ചബിൾ ആകാത്തതിന്റെ കാരണം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 12, 13, 14. അയ്യോ, ഞാൻ പ്രബോധനം വെറുക്കുകയും എന്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ. എന്റെ ഉപദേഷ്ടക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല. എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സഭയുടെയും സംഘത്തിന്റെയും മധ്യ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ. എന്താണ്, എല്ലാവരും എന്നെ ശ്രദ്ധിച്ചോണേ, എന്താണ് സഭയുടെയും സംഘത്തിന്റെയും മധ്യേ ഞാൻ സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ എന്ന് പറയാൻ സംഗതി വരരുതെന്ന് പറഞ്ഞേ. ഞാൻ സകല പ്രശ്നത്തിലും പെട്ടുപോയി എൻ്റെ ബ്രദറെ, ഞാൻ സകല പ്രശ്നത്തിലും പെട്ടുപോയി എൻ്റെ പാസ്റ്ററെ എന്ന് പറയാൻ, അകപ്പെട്ടു പോയെന്ന് പറയാൻ ഇടവരാതിരിക്കണമെങ്കിൽ അതിന്റെ 12, 13 വാക്യങ്ങൾ നോക്കിയേ. ഞാൻ പ്രബോധനം വെറുത്തു, എൻ്റെ ഹൃദയം ശാസനയെ നിരസിച്ചു. അതേ പ്രിയരെ, നമുക്ക് മീതെയുള്ളവർ, നമ്മെ നയിക്കുന്നവർ, നമുക്ക് തരുന്ന പ്രബോധനങ്ങൾ, നമുക്ക് തരുന്ന തിരുത്തലുകൾ നാം നിരസിക്കരുത്. 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഉപദേഷ്ടാക്കന്മാരുടെ, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അവരുടെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല. അവർ പഠിപ്പിച്ചതിനൊന്നും ഞാൻ ചെവി കൊടുത്തില്ല. ഞാൻ ഏതാണ്ട് സംഭവമാണെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്നാ പറ്റി? ഞാൻ ടീച്ചബിൾ ആകാത്തോണ്ട് എനിക്ക് എന്താ പറ്റിയേ? 14-ാമത്തെ വാക്യത്തിൽ എന്നാ പറയുന്നേ? സഭയുടെയും സംഘത്തിന്റെയും മുൻപിൽ ഞാൻ സകല ദോഷത്തിലും അകപ്പെട്ടു പോയി. ഹല്ലേലൂയ. നിങ്ങൾ അതിൽ അകപ്പെടാതിരിക്കുവാൻ, ആ ഈവിൾ തിങ്സിൽ അകപ്പെടാതിരിക്കുവാൻ, നിങ്ങൾ ദോഷങ്ങളിൽ പെട്ടുപോകാതിരിക്കുവാൻ നിങ്ങൾ പഠിക്കുന്ന, തിരുത്തപ്പെടുവാൻ മനസ്സ് കാണിക്കുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. സദൃശവാക്യം 26-ന്റെ 12-ാമത്തെ വചനം, പ്രോവർബ്സ് ചാപ്റ്റർ 26 വേർഡ് 12, തനിക്കു തന്നെ ജ്ഞാനി എന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെ കുറിച്ചുള്ളതിനേക്കാൾ മൂഢനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ഞാൻ എന്തോ സംഭവമാണ്, എന്നെ ആരും ഒന്നും പഠിപ്പിക്കണ്ട, ഇതൊക്കെ ഞാൻ ഒത്തിരി കേട്ടിരിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യനെ നീ കാണുന്നുണ്ടോ? അവനേക്കാളും മൂഢനെ കുറിച്ച്, ഫൂളായി ജീവിക്കുന്നവനെ കുറിച്ച് ദൈവത്തിന് പ്രത്യാശയുണ്ട്. അതുകൊണ്ട് പ്രിയരെ, തിന്മയിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ, പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ നിങ്ങൾ ടീച്ചബിൾ ആയിരിക്കുക, നിങ്ങൾ പഠിക്കുന്നവരായിരിക്കുക, തിരുത്തപ്പെടുന്നവരായിരിക്കുക, തിരുത്തുപദേശകർക്ക് വിധേയപ്പെടുക. ഞാൻ പറയാറുണ്ട്, എനിക്ക് സ്പിരിച്വൽ മെന്റേഴ്സ് ഉണ്ട്, എന്നെ നയിക്കുന്ന ഒരു സ്പിരിച്വൽ ഫാദർ എനിക്കുണ്ട്. നമ്മളെ തിരുത്തി, ഈ മെന്റർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തിരുത്തുപദേശകൻ എന്നാണ്. സ്പിരിച്വൽ മെന്റർ എന്ന് പറഞ്ഞാൽ എന്നെ ആത്മീകമായി തിരുത്തി ഉപദേശിക്കുന്നവൻ. ആ തിരുത്തുപദേശകർ നമ്മളെ തിരുത്തി ഉപദേശിക്കുമ്പോൾ, നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഉപദേശങ്ങൾക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയും തിരുത്തപ്പെടുവാൻ നമ്മൾ തയ്യാറാകുകയും ചെയ്താൽ, നേരത്തെ പറഞ്ഞ കെണികളിലും കുടുക്കുകളിലും നിങ്ങൾ അകപ്പെട്ടു പോകാതെ ജീവിക്കുന്നവരായി തീരും. The last thing which pastor said regarding the submission and authority is these
in the name of authority and submission, people usually sometimes misuse the authority as a path to do their vested interest, and do not do that. You should have the discernment to understand that when a person is misusing the authority and making some way for path for sin, you need to discern that and you need to report that. But you have to honor all those people who labor and all those people who preach the word of God and have an exemplary testimony. And the last thing is being teachable. That means we should have a teachable mind. When somebody teaches you, we need to receive with a humble heart. That's the meaning of being teachable. And that which makes us unteachable is our pride. If you have pride in your heart, if we have pride in our heart, we will not be hearing any teaching from anyone, and we may be thinking that I know everything, I have seen enough, I have huge amount of experience, and nobody need to teach that. Proverbs 5:12-14 is a direct example for this. I am in all evil problems amidst the congregation and the assembly. Why is that? Verse 12 says, I hated instruction, I despised reproof, and I did not heed to my teachers. That was that person's problem, and he became a public spectacle in the midst of the congregation and in the assembly. He lost everything because he was not a teachable person. Proverbs 26:12 again says, do you see a man wise in his own eyes? There's no more hope for a fool than for him. So being teachable to the authorities given above you is the most important thing, so that you can flourish in the blessing which the Lord has given you. എനിക്ക് മീതെയുള്ള എൻ്റെ ദൈവദാസൻ എന്നെ തിരുത്തി ഉപദേശിക്കാറുണ്ട്. ഞാൻ അങ്ങോട്ട് ചെന്ന് വഴക്ക് മേടിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അങ്ങോട്ട് ചെന്ന് എൻ്റെ കുഴപ്പങ്ങൾ, എന്നിലുള്ള കുറവുകൾ ഞാൻ പറഞ്ഞിട്ട് ഉപദേശം അങ്ങോട്ട് ചെന്ന് മേടിക്കാറുണ്ട്. എന്നെ ഇങ്ങോട്ട് വന്ന് ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അങ്ങോട്ട് ചെന്ന് ഉപദേശം മേടിക്കാറുണ്ട്. എന്നെ തിരുത്തി ഉപദേശിക്കാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ ചില മെസ്സേജുകളിലൊക്കെ കഴിഞ്ഞ് നിങ്ങളൊക്കെ ഭയങ്കര അനുഗ്രഹമായെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കഴിയുമ്പോഴും എനിക്ക് മീതെയുള്ള എൻ്റെ ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറയും, പാസ്റ്റർ ടിനു, ഇന്നത്തെ മെസ്സേജിൽ അങ്ങനെ ഒരു വേർഡ് ദൈവദാസൻ പറയണ്ടായിരുന്നു, അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് പറയും. അതിന്റെ പ്രയോജനം എന്താ? അടുത്ത മെസ്സേജിൽ ഞാനത് ഉപയോഗിക്കത്തില്ല ആ പദം. ഞാൻ ചില സമയങ്ങളിൽ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസമോ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വാക്കുകൾ അറിയാതെ വീഴുകയോ എന്തെങ്കിലുമൊക്കെ, മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ തെറ്റോ കുറ്റമോ കുറവോ എന്നിൽ വന്നു കഴിയുമ്പം ഞാൻ എൻ്റെ ദൈവദാസൻ്റെ അടുക്കൽ ചെന്നിരുന്ന് അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് പുള്ളിയോട് പറയും, പാസ്റ്റേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വായിൽ നിന്ന് വന്നു അല്ലെങ്കിൽ ചിന്തിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നെ തിരുത്തി ഉപദേശിക്കും. എങ്ങനെ ആ ചിന്തകളിൽ നിന്ന് പുറത്തു വരാം, എങ്ങനെ അതിൽ നിന്ന് അവർക്ക്, നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് മീതെ ഉള്ളൊരു ദൈവപുരുഷനോട്, നമുക്ക് മീതെ ദൈവം നമ്മൾക്ക് മീതെ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്പിരിച്വൽ ഫാദറിനോട്, സ്പിരിച്വൽ മെന്ററിനോട് നമ്മുടെ ആ പ്രയാസം, പെയിൻ, ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പം തന്നെ പുള്ളി ഒന്നും ഇങ്ങോട്ട് പറഞ്ഞില്ലേ പോലും നമ്മൾ നോർമലി ഫ്രീ ആകുന്നത്, നമ്മൾ റിലീഫ് ആകുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഒക്കൾട്രി സ്പിരിറ്റ്, ആ നിഗൂഢത പൊട്ടിപ്പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്നത്, നിങ്ങൾ ഒരുവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുവനൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുവനോട് ഒരുവൻ ചെന്നത് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, സഭയിലെ മൂപ്പനോട് അത് സംസാരിക്കട്ടെ എന്ന് പറയുന്നതിന്റെ കാരണം എന്നാ? അതിന്റെ കാരണം അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ, അത് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിന്റെ ആ ഹെവിനെസ് പൊട്ടും, അതിന്റെ ഒക്കൾട്രി തിങ് ഉടഞ്ഞു പോകും, നമ്മൾ ഫ്രീ ആകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ തിരുത്തലുകൾ, ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ തിരുത്തലുകൾ. ഉപദേശിക്കുന്ന ഇഷ്ടമല്ല. കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, ചോക്ലേറ്റ് ഇഷ്ടമാണ്, അവൻ പറയുന്ന മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത് അവൻ ഇഷ്ടമാണ്, അവൻ പറയുന്ന ബൈക്ക് അവന് വാങ്ങിച്ചു കൊടുക്കുന്നത് ഇഷ്ടമാണ്. ബൈക്ക് മേടിച്ച് തരത്തില്ല എന്ന് പറഞ്ഞാൽ സ്വഭാവം മാറുകയാണ്. മൊബൈൽ മേടിച്ച് തരത്തില്ല, മൊബൈൽ ഇപ്പം നീ കളിക്കണ്ട എന്ന് പറഞ്ഞാൽ അവന്റെ നേച്ചർ മാറുകയാണ്. സഭയിലാണെങ്കിലും അച്ചായൻ നല്ല അച്ചായനാണ്, അമ്മാമ നല്ല അമ്മാമയാണ്, പാസ്റ്റർ നല്ല പാസ്റ്ററാണ്, അനുഗ്രഹമാണ്, യു ആർ ദ ഗ്രേറ്റ് ബ്ലെസ്സിങ്, ഡീപ് ബ്ലെസ്സിങ് എന്നൊക്കെ നമ്മൾ പറയുമ്പം അവർക്ക് വലിയ സന്തോഷമാണ്. അച്ചാൻ ഇല്ലായിരുന്നേ കാണാമായിരുന്നൊക്കെ പറയുമ്പം വലിയ സന്തോഷം. അല്ലെ ഈ പുള്ളി ഒരു തെറ്റോ കുറവോ കാണിക്കുമ്പം നമ്മൾ വിളിച്ച്, ബ്രദറെ അങ്ങനെ ചെയ്ത് ഒരിക്കലും ശരിയായില്ല, സിസ്റ്ററെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതൊരു തെറ്റായിപ്പോയി, അതിൽ ഒരു കുറവായിപ്പോയി, അങ്ങനെ പാടില്ലായിരുന്നു, നമുക്കത് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട, അത് ചെയ്യണ്ട, അല്ലെങ്കിൽ മക്കളെ അതിന് വിടണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ആ രാജ്യത്തോട്ട് പോകണ്ട, അല്ലെങ്കിൽ ഇപ്പോഴതിനു വേണ്ടി കോൺട്രാക്ട് കൊടുക്കണ്ട, കുറച്ച് കഴിയട്ടെ എന്ന് പറയുമ്പം പല ആൾക്കാരും ചെയ്യുന്നത് എന്നാണെന്നറിയോ? പല ആൾക്കാരും ചെയ്യുന്നത്, ഉപദേശിച്ചു കഴിഞ്ഞാൽ, തിരുത്തി കഴിഞ്ഞാൽ, അവരെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അവര് സഭ വിട്ടു. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് പറഞ്ഞ്, ഇന്നത്തെ കാലത്ത് ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പറ്റുന്നില്ല, സാധ്യമാകുന്നില്ല. മക്കളെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എത്ര കേസസാ! 16-17 വയസ്സുള്ള പിള്ളേരെ കറക്റ്റ് ചെയ്യാൻ, 12 വയസ്സുള്ളവനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവ എടുത്തോണ്ട് കയറുകയല്ലേ. കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പലരെയും. പക്ഷേ എപ്പോഴും തിരുത്തപ്പെടുവാൻ മനസ്സുള്ളവർ അനുഗ്രഹിക്കപ്പെടും. എപ്പോഴും എഴുതി വെച്ചോണം. നമുക്ക് മീതെ നമ്മളെ തിരുത്തി ഉപദേശിക്കും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അപ്പനും അമ്മയും. ചിലപ്പോൾ അവർ നല്ല ഉപദേശങ്ങൾ നമുക്ക് തരും. നമ്മളെ അവർ തിരുത്തി ഉപദേശിക്കും. നമുക്ക് നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. ആ ഉപദേശങ്ങൾക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അന്നേരം നമുക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് തോന്നിയാലും പിന്നെ നമ്മൾ മനസ്സിലാക്കും അവർ പറഞ്ഞതായിരുന്നു കറക്റ്റ് എന്ന്. നമ്മുടെ അധ്യാപകർ, പ്രൈസ് ഗോഡ്, അവർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അവർ നമ്മളെ ഉപദേശിക്കുന്ന കാര്യങ്ങൾ, 2 അടി തന്നാലും വേണ്ടില്ല. സത്യമല്ലേ? നമ്മുടെ സാറന്മാരൊക്കെ നമ്മളെ വഴക്ക് പറഞ്ഞതും, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നല്ല ഉപദേശം തന്നതും, നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ പലയിടത്തും തിരുത്തിയതും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ മൂലധനം എന്ന് പറയുന്നത്. ഇന്നും ഈ ആത്മീയ ശുശ്രൂഷയിൽ, സത്യം അറിയപ്പെട്ടവരെ ഞാൻ പറയുന്നത്, ഇന്നും ഈ ആത്മീയ ശുശ്രൂഷയിൽ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. അതിന് പിറകിൽ ഒത്തിരി കാരണങ്ങളുണ്ട്. മനുഷ്യനും പിശാചും ഒരുപോലെ തകർക്കാനും വീഴ്ത്താനും ചുറ്റുപാടുകളും ശ്രമിക്കുമ്പോൾ എനിക്ക് മീതെ ദൈവം ആക്കി വെച്ചിരിക്കുന്നവരുടെ ഉപദേശങ്ങൾ, പ്രാർത്ഥനകൾ, തിരുത്തലുകൾ, കവറിങ്ങുകൾ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും എനിക്ക് നന്മയായിട്ടുണ്ട്. ഞാനതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാൻ അങ്ങോട്ട് എന്ന് ചോദിക്കുന്ന ആളാ. ഞാൻ അങ്ങോട്ട് എന്ന് ചോദിക്കും. ഞാൻ എൻ്റെ കൂട്ടുവേലക്കാരോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങോട്ട് എന്ന് പറയും. ആ തിരുത്തലുകൾ ഏൽപ്പിച്ചു കൊടുത്ത് തിരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് കാരണം എന്നറിയാമോ? ഈ ഡിസൈപ്പിൾഷിപ്പ് എന്ന വാക്കിന്റെ അർത്ഥം ഗ്രീക്ക് പദമായ മെഥറ്റിസ് എന്ന പദമാണ് ഡിസൈപ്പിൾഷിപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ആ മെഥറ്റിസ് എന്ന വാക്കിന്റെ അർത്ഥം ലേണർ എന്നാണ്, പഠിതാവ് എന്നാണ്. ലേണർ, പഠിക്കുന്നവൻ. കണ്ടിന്യൂസ് ലേണിംഗ്, തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ. ലേണിംഗ് ആൻഡ് കാച്ചിങ് ഫ്രം ദ മാസ്റ്റർ, അതാണ് അതിന്റെ അർത്ഥം. ലേണിംഗ് ആൻഡ് കാച്ചിങ് ഫ്രം ദ മാസ്റ്റർ. ഇത് തന്നെ യേശുവും ചെയ്ത. യേശു എന്ത് പറഞ്ഞേ? ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ഗുരുവിനെ പോലെ ആകുക. എപ്പോൾ ഞാൻ പഠിക്കുന്ന മനോഭാവം അവസാനിപ്പിക്കുന്നോ അപ്പോൾ മുതൽ ഞാൻ ശിഷ്യനല്ലാതാവുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. എപ്പോൾ ഞാൻ പഠിക്കുന്ന, തിരുത്തപ്പെടുന്ന മനോഭാവം അവസാനിപ്പിക്കുന്നോ അപ്പോൾ മുതൽ ഞാൻ ശിഷ്യനല്ലാതാകുന്നു. എപ്പോൾ മുതൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോക്ക് അവസാനിപ്പിക്കുന്നോ, എപ്പോൾ മുതൽ ഞാൻ എൻ്റെ പഠിത്തം അവസാനിപ്പിക്കുന്നോ അപ്പോൾ മുതൽ ഞാൻ ശിഷ്യനല്ലാതായി തീരുന്നു, വിദ്യാർത്ഥി അല്ലാതായി തീരുന്നു. ഇനി ഒരു സത്യം മനസ്സിലാക്കണം. നല്ല ഒരു ശിഷ്യനാവാതെ ഒരിക്കലും ഒരു അപ്പോസ്തലനാവാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം നല്ല ശിഷ്യന്മാരെയാണ് കർത്താവ് അന്ന് അപ്പോസ്തലന്മാരാക്കി മാറ്റിയത്. അതിൽ ഒരുത്തൻ നല്ലവനല്ലായിരുന്നു. അവൻ അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ പിന്നെ ഇല്ലായിരുന്നു. അവന്റെ പേരാ യൂദ. നല്ലൊരു ശിഷ്യനാകാതെ നല്ലൊരു അപ്പോസ്തലനാകില്ല. നല്ലൊരു വിദ്യാർത്ഥിയാകാതെ നല്ലൊരു ഫ്യൂച്ചർ, നല്ലൊരു കരിയർ നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾ എപ്പോൾ പഠിക്കുന്ന, തിരുത്തപ്പെടുന്ന മനോഭാവം നിർത്തുന്നോ അപ്പോൾ മുതൽ നിങ്ങൾ ശിഷ്യനല്ലാതാവുന്നു. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് പിൻഗമിക്കുക, പഠിക്കുക, രൂപാന്തരപ്പെടുക. എഴുതി വെച്ചോ. പിൻഗമിക്കുക, പഠിക്കുക, രൂപാന്തരപ്പെടുക. പാസ്റ്റർ ടിനു ജോർജിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടുപഠിക്കാനുണ്ടെങ്കിൽ അത് കണ്ടുപഠിച്ചോ. ആ ദൈവപുരുഷനിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപഠിക്കാനുണ്ടെങ്കിൽ കണ്ടുപഠിച്ചോ. യേശു കർത്താവിന്റെ കൂടെ നടന്ന് കണ്ടും കേട്ടും അപ്പോസ്തലന്മാർ പഠിച്ചത്. മോശയുടെ കൂടെ നിന്ന് കണ്ടും കേട്ടുമാ ജോഷുവ പഠിച്ചത്. ഏലിയാവിന്റെ കൂടെ നിന്ന് കണ്ടും കേട്ടുമാ എലീശ പഠിച്ചത്. സ്തോത്രം. അതുകൊണ്ടാണ് സദൃശ്യവാക്യം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, ഈ കറക്റ്റ് ചെയ്യുന്നത് ആൾക്കാർക്ക് ഇഷ്ടമല്ലല്ലോ, അവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. സദൃശ്യവാക്യം 12-1, പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ. ഹല്ലേലൂയ. അവിടെ പ്രബോധനം എന്നുള്ളിടത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ഇൻസ്ട്രക്ഷൻ. ആ പ്രബോധനത്തെ വെറുക്കുന്നവൻ
ആ കറക്ഷൻസിനെ വെറുക്കുന്നവൻ പരിജ്ഞാനം, അതിനെ ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. അവൻ എന്ത് ലഭിക്കുന്നു? വിസ്ഡം, പരിജ്ഞാനം, നോളജ്. എന്നാൽ ശാസനയെ വെറുക്കുന്നവനോ മൃഗപ്രായൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാവരും ഇത് എഴുതിയെടുത്തോണം കേട്ടോ. ആരെയും കറക്റ്റ് ചെയ്യേണ്ടിയെന്ന് അറിയാം. എല്ലാവരെയും കറക്റ്റ് ചെയ്യാൻ പോകരുത്. കാരണം സദൃശ്യവാക്യത്തിൽ 9-ാം അധ്യായത്തിന്റെ 7, 8, 9, 10, 11 ഇത്രയും വാക്യങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. വായിക്കാൻ പോവാ. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു. പരിഹാസിയെ കറക്റ്റ് ചെയ്യാൻ പോകുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു. ദുഷ്ടനെ ഭത്സിക്കുന്നവന് കറ പറ്റുന്നു. നമ്മൾ ഒരാളെ തിരുത്താൻ പോവാ, പുള്ളിക്ക് നമ്മളെ മനസ്സുകൊണ്ട് താല്പര്യമൊന്നുമില്ല. നമ്മളെ ഒരു മാസ്റ്ററായോ ടീച്ചറായോ ഒരു ഗുരുതുല്യമായോ അവർ കാണുന്നില്ല. നമ്മളെ ഒരു ഗുരുതുല്യമായി കാണാത്തവരെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ ആരെങ്കിലും ടിനു പാസ്റ്ററിനെ ഒരു ഗുരുതുല്യനായി കാണുന്നെങ്കിൽ നിശ്ചയമായിട്ട് ഞാനൊരു കാര്യം നിങ്ങളെ പറഞ്ഞ് തിരുത്തിയാൽ നിങ്ങൾ തിരുത്തപ്പെടും. അല്ല, നിങ്ങൾ എന്നെ ഒരു ഗുരുതുല്യനായി കാണുന്നില്ല, നിങ്ങൾക്ക് എന്നോട് വലിയ താല്പര്യമില്ല, ഇല്ലാതിരിക്കാൻ ഞാൻ നിങ്ങളെ തിരുത്താൻ വന്നാൽ വെറുതെ ഞാൻ എന്റെ ശരീരത്തെ അഴുക്ക് പിടിപ്പിക്കുകയാണ്. 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, വെറുതെ ഞാൻ എന്റെ ശരീരത്തെ അഴുക്കാക്കുകയാണ്. പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്, ജ്ഞാനിയെ ശാസിക്ക, അവൻ നിന്നെ സ്നേഹിക്കും. വാവ്, പ്രൈസ് ദി ലോർഡ്. ജ്ഞാനിയെ തിരുത്തുക, ജ്ഞാനിയെ കറക്റ്റ് ചെയ്യുക. പാസ്റ്റർ, താങ്ക് യു സോ മച്ച് പാസ്റ്റർ, എനിക്കിത് പറഞ്ഞു തന്നതിന് നന്ദി. എൻ്റെ അടുത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന പല പുത്രന്മാർ പറഞ്ഞുകൊണ്ട്, അച്ഛാ പാസ്റ്ററെ താങ്ക് യു സോ മച്ച്, എനിക്കിത് അറിയത്തില്ലായിരുന്നു, എനിക്കിത് പറഞ്ഞു തന്നതിന് നന്ദി ദൈവദാസനെ, എന്നെ തിരുത്തിയതിന് നന്ദി. എന്നാ ഇതേപോലെ ഞാൻ തിരുത്തി കറക്റ്റ് ചെയ്ത് എത്ര എണ്ണം വിട്ടുപോയിട്ടുണ്ടെന്ന് അറിയാം. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട എന്നുള്ള നിലകളിൽ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠങ്ങളാണ് ഇതെല്ലാം. പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടത് അവനെ ശാസിക്കുക, അവനെ തിരുത്താനേ പോകരുത്, അവനങ്ങ് പോട്ടെ, വിട്ട് ആ റൂട്ടിലോട്ട് പിന്നെ മനസ്സിലാക്കിക്കോളും. അതിന്റെ 9-ാം വാക്യം, ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക, അവന്റെ ജ്ഞാനം വർദ്ധിക്കും. അപ്പൊ ആരെയാ? ഗിവ് ഇൻസ്ട്രക്ഷൻ ടു എ വൈസ് മാൻ. ബ്രദർ, പാസ്റ്റർ, ബ്രദർ ആൻഡ് സിസ്റ്റർ, can you please give instruction to a wise person? നിന്നെ പരിഹസിക്കുന്നവനെ, കളിയാക്കാനിരിക്കുന്നവനെ, പുച്ഛത്തോടെ കാണുന്നവനെ കാണുമ്പോൾ ചിരിക്കും, പക്ഷെ മനസ്സിൽ പുച്ഛ. അവനെ പ്രബോധിപ്പിക്കാനും അവനെ തിരുത്താനും പോകരുത്. നമ്മൾ നിന്നെ പരിഹസിക്കത്തേ ഉള്ളൂ. പക്ഷെ ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക, നിന്നെ സ്നേഹിക്കുന്നവനെ നീ തിരുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്കുക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകമാകുന്നു. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ്സുണ്ടാകും. എഴുതി വെച്ചോ, തിരുത്തപ്പെടുന്നവന്, ഏൽപ്പിച്ചു കൊടുക്കുന്നവന്, ദൈവവചനം പഠിക്കുന്നവന്, അത് ഏറ്റെടുക്കുന്നവന്, ജീവിതത്തെ ക്രമീകരിക്കുന്നവന് സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ നിമിത്തം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ്സുണ്ടാകും. കർത്താവ് ഇങ്ങനെയാ മക്കളെ ചെയ്യുന്നേ, ബ്രദർ ആൻഡ് സിസ്റ്റർ. കർത്താവ് ഇങ്ങനെയാ ചെയ്യുന്നേ. കർത്താവ് എല്ലാവരെയും തിരുത്തത്തില്ല. എബ്രായർ 12:6-7 വാക്യം, കർത്താവ് ആരെയാ തിരുത്തുന്നേ? ദൈവം ആരെയാ തിരുത്തുന്നേ? ദൈവം എല്ലാവരെയും തിരുത്താൻ പോവില്ല. എബ്രായർ 12:6-7, കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്നതുപോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. 7-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവത്തിന് മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൊ ഇവിടെ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെയാ തിരുത്തുന്നേ. ദൈവം എവിടെങ്കിലും നമ്മളെ തിരുത്തുന്നുണ്ടോ? അതിന്റെ കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നതാ. നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? തിരുത്തിയിട്ടുണ്ടോ? തിരുത്തിയിട്ടുണ്ടോ എഴുതി വെച്ചോണം ആ മനുഷ്യന് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന്. തിരുത്തിയിട്ടേ ഇല്ലയോ? അതിന്റെ കാരണം പേടിയാ പുള്ളിക്ക് നിങ്ങളെ തിരുത്താൻ. കാരണം നിങ്ങൾ തിരുത്തപ്പെടില്ല. നിങ്ങൾ തിരുത്തപ്പെടില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ നേരെ പുള്ളിക്കെതിരെ തിരിയുകയും ചെയ്യും. പുള്ളിയെ പരിഹസിക്കും, പുള്ളിയെ അഴുക്കാക്കും. അങ്ങനെ തിരുത്താൻ പോയ ആരെല്ലാം നമുക്കെതിരെ ചെളിവാരി എറിഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് മെസ്സേജ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവവചനം നമ്മളെ തിരുത്തുന്നത് കണ്ടോണം. ദൈവവചനം 2 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 14, 15, 16, 17 വാക്യം പെട്ടെന്ന് വായിച്ചോണം. 2 തിമോത്തി ചാപ്റ്റർ 3. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും, നീ ആരിൽ നിന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന, നീ എന്നിൽ നിന്ന് പഠിച്ചു എന്ന് ഓർക്കണം. ഐ ആം യുവർ ടീച്ചർ. തിമോത്തിയോട് പൗലോസ് പറയുകയാണ്, ഐ ആം യുവർ ടീച്ചർ. നീ എന്നിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? പഠിച്ചിരിക്കുന്നു. ക്രിസ്തുവേശുവുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട്. നിന്നെ ജ്ഞാനിയാക്കുന്ന എന്തുവാ?
നിന്നെ രക്ഷയിൽ വളർത്തുന്നത് എന്തുവാ? തിരുവെഴുത്തുകളെ നീ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. അതാണ് 4ാമത്തെ പോയിന്റ്. ടീച്ചബിൾ ആയിരിക്കുക. ഫാസ്റ്റ്, ഫെയ്ത്ത്ഫുൾ, അവൈലബിൾ, സബ്മിസീവ്, ടീച്ചബിൾ. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. തിമോത്തിയോട് പറയുന്നു, നീ അങ്ങനെ എന്നിൽ പഠിച്ച എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല പ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. ഇനി അടുത്ത 16-17 വാക്യം കേട്ടോണം. ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അതിന്റെ 16ാമത്തെ വാക്യം, ഓൾ സ്ക്രിപ്ചേഴ്സ് ഈസ് ഗിവൻ ബൈ ഇൻസ്പിറേഷൻ ഓഫ് ഗാഡ് ആൻഡ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ഡോക്ട്രിൻ, ഫോർ റീപ്രൂഫ്, ഫോർ കറക്ഷൻ. ദൈവവചനം നമ്മളെ എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്യും, തിരുത്തും. നിങ്ങൾക്ക് മീതെയുള്ള ദൈവദാസൻ നിങ്ങളെ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം, തിരുത്തണം, തിരുത്താൻ ഏൽപ്പിക്കണം. പിണങ്ങരുത്. ഹല്ലേലൂയ. അങ്ങനെ നീ ഇതിൽ തിരുത്തപ്പെട്ട് ഇതിൽ ഏൽപ്പിച്ചു കൊടുത്ത് വകപ്രാപിച്ചവനാകുന്നെങ്കിൽ മാത്രമേ. ഇനി ആ 2 തിമോത്തിയോസിന്റെ തന്നെ 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷിയുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം, നീ എന്നിൽ നിന്ന് പഠിച്ചതെല്ലാം മറ്റുള്ളവരെയും പഠിപ്പിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. നീ ടീച്ചബിൾ ആയിരുന്നാൽ മാത്രം പോരാ, മറ്റുള്ളവരെയും നീ എന്ത് ചെയ്യണം? ടീച്ച് ചെയ്യണം, പഠിപ്പിക്കണം. എന്നിട്ട് പഠിപ്പിക്കാൻ, ടീച്ച് ചെയ്യാൻ സമർത്ഥരായ വിശ്വസ്തന്മാരെ ഏൽപ്പിക്കണം. കാശുള്ളവരെ ഏൽപ്പിക്കാനല്ല പറഞ്ഞത്, കൃപാദാനങ്ങളുള്ളവരെ ഏൽപ്പിക്കാനല്ല പറഞ്ഞത്, കഴിവുള്ളവരെ ഏൽപ്പിക്കാനല്ല പറഞ്ഞത്. പിന്നെ ആരെ ഏൽപ്പിക്കാനാ പറഞ്ഞത്? വിശ്വസ്ത മനുഷ്യരെ ഏൽപ്പിക്കണം. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ദൈവവചനം നമ്മളെ തിരുത്തിയിട്ട് നമ്മൾ തിരുത്തപ്പെട്ടില്ലെങ്കിൽ ഇനി നമ്മളെ ആര് നന്നാക്കാനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവം നിങ്ങളെ തിരുത്താൻ ശ്രമിച്ചിട്ട് നിങ്ങൾ തിരുത്തപ്പെട്ടില്ലെങ്കിൽ ഇനി ആരുണ്ട് നിങ്ങളെ തിരുത്താൻ? അതാണ് യാക്കോബിന്റെ ലേഖനം. 1-ാം അധ്യായം 22, 23, 24. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട്, വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ, നിങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. ഇന്ന് ഒത്തിരി പേര് വചനം കേൾക്കുന്നു, ഓടി നടന്ന് കേൾക്കുന്നു, ഈ യൂട്യൂബിൽ നിന്ന് ജമ്പ് ചെയ്ത് അടുത്ത യൂട്യൂബിൽ പോയി കേൾക്കുന്നു. ബൈബിൾ പറയുന്നു 22-ാം വാക്യം, വചനം കേൾക്കുക മാത്രം ചെയ്യുകയല്ല, അത് നിങ്ങളെ തന്നെ ചതിക്കുകയാണ്. അതിനെ ചെയ്യുക. ഇന്ന് കേട്ടു, സബ്മിസീവ് ആകുക. നിങ്ങൾ കേട്ടു, അവൈലബിൾ ആകുക, അക്കൗണ്ടബിൾ ആകുക, ഫെയ്ത്ത്ഫുൾ ആകുക. ഇതെല്ലാം കേട്ടു, വചനത്തിൽ നിന്ന് കേട്ടു. ഇത് കേൾക്കുക മാത്രം ചെയ്യാതെ, നിങ്ങളെ തന്നെ ചതിക്കാതെ നിങ്ങൾ അതിനെ ചെയ്യുന്നവരായിരിക്കുക. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരുത്തൻ വചനം കേൾക്കുന്നെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്നതിന് കൊടുക്കുന്നു. നിങ്ങളൊരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോണേ. വിശുദ്ധ ബൈബിളിൽ അല്ലെങ്കിൽ വചനത്തെ പല കാര്യങ്ങളോട് ഉപമിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും പുതിയ നിയമത്തിൽ പൗലോസും യാക്കോബും വചനത്തെ ഉപമിച്ചിരിക്കുന്നത് മിററിനോട് കൂടെയാണ്. കണ്ണാടി, മിറർ. പൗലോസ് അപ്പോസ്തലൻ എന്തോ പറഞ്ഞു? ഇപ്പോൾ നാം അവനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോഴോ നാം അവനെ മുഖാമുഖമായി കാണുന്നു. ആരെ കുറിച്ച്? ഇപ്പോൾ നാം യേശുവിനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോഴോ നാം അവനെ മുഖാമുഖമായി കാണുന്നു. എന്താ വചനത്തിന്റെ അർത്ഥം? ഇപ്പോൾ നാം യേശുവിനെ ദൈവവചനം എന്ന കണ്ണാടിയിലൂടെ നമ്മൾ കാണുന്നു. എന്നാൽ ഒരു ദിവസം ഈ വചനം എന്ന കണ്ണാടിയിലൂടെ നീ കണ്ടവനെ നീ ഡയറക്റ്റ് കാണും. നീ ഡയറക്റ്റ് കാണും. അപ്പോൾ പൗലോസ് വചനത്തെ എന്തിനോട് കമ്പയർ ചെയ്തു? മിറർ, കണ്ണാടിയോട്. യാക്കോബ് വചനത്തെ എന്തിനോട് കമ്പയർ ചെയ്തു? കണ്ണാടിയോട്. ഒരുത്തൻ വചനം കേൾക്കുന്നെങ്കിലും അത് ചെയ്യാതിരുന്നാൽ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. ഞാൻ അതിന്റെ അർത്ഥം പറയാം. 24-ാമത്തെ വാക്യോടെ വായിച്ചിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നത് ഉടനെ മറന്നു പോകുന്നു. നിങ്ങൾ ഇന്ന് രാവിലെ കണ്ണാടി നോക്കി, ഉറപ്പായിട്ടും നോക്കി, പക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ രൂപം? പെട്ടെന്ന് നമ്മൾ മറന്നുപോകും. എന്താണ് ഈ കണ്ണാടിയുടെ പ്രത്യേകത? ഈ വചനം കണ്ണാടിയാന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? കണ്ണാടിയുടെ പ്രത്യേകത എന്നാ? ഞാൻ ഒരിക്കലും ഒരു മീറ്റിങ്ങിന്, കായംകുളത്ത് നടന്നൊരു മീറ്റിങ്ങിന് പരസ്യമായിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാ നമ്മൾ കണ്ണാടി നോക്കുന്നതെന്ന്. അപ്പൊ പ്രായമുള്ളൊരു അപ്പച്ചി എഴുന്നേറ്റ് പറഞ്ഞു, സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണ്. ഒരിക്കലുമല്ല. കണ്ണാടി നോക്കുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനല്ല. നിങ്ങളുടെ വീട്ടിൽ ഇനി 10 കണ്ണാടി ഉണ്ടെങ്കിലും എങ്ങനെല്ലാം തിരിഞ്ഞു മറിഞ്ഞു നോക്കിയാലും നിങ്ങളെ അതിൽ കാണുള്ളൂ. ഹല്ലേലൂയ. പിന്നെ എന്തിനാ കണ്ണാടി? എന്തിനാ മിററിൽ നോക്കുന്നേ? സാധാരണ നിലയിൽ ഒരാൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത്, ഒരു പൊതു സ്ഥലത്ത്
ചിലരെ മീറ്റ് ചെയ്യുന്നു, ചില ഗസ്റ്റ് വീട്ടിൽ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ഒരു ഓഫീസിൽ പോകുന്നു. എന്തിനാ മിററിൽ നോക്കുന്നത് ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ കറക്റ്റ് ആണോ, തലമുടിയൊക്കെ കറക്റ്റായിട്ട് ചീവി വെച്ചിട്ടുണ്ടോ, എല്ലാം കൃത്യമായിട്ടാണോ, ഫേസ് ഒക്കെ ഓക്കെ ആണോ, എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? എന്തിനാ കണ്ണാടി നോക്കുന്നേ? കണ്ണാടി നോക്കുമ്പോൾ കളർ കൂട്ടുക അല്ല. എന്തിനാ കണ്ണാടി നോക്കുന്നേ? എവിടെങ്കിലും എന്നെ കറക്റ്റ് ചെയ്യാനുണ്ടോ? ഞാൻ എന്റെ മുടി എവിടെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ? എവിടെങ്കിലും അഴുക്കിരിപ്പുണ്ടോ? എന്തെങ്കിലും തൂത്ത് കളയാനുണ്ടോ? ഞാൻ കണ്ണാടി നോക്കുന്നത്, കണ്ണാടി എന്തുവാ എന്നെ വാസ്തവമായി ചെയ്യുന്നത്? കണ്ണാടി എന്നെ കറക്റ്റ് ചെയ്യുകയാണ്. ദൈവവചനത്തെ പൗലോസും യാക്കോബും കണ്ണാടിയോട് ഉപമിച്ചെന്താ? കണ്ണാടിയോട് കൂടെ കമ്പയർ ചെയ്ത് എന്താ? ദൈവത്തിന്റെ വചനമാ നിന്നെ കറക്റ്റ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനമാ നിങ്ങളുടെ അഴുക്ക് കാണിച്ചു തരുന്നത്. ദൈവത്തിന്റെ വചനമാ എന്തൊക്കെ ചേഞ്ചസ് നിങ്ങളിൽ വരുത്തണമെന്ന് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ആ ടീച്ചബിൾ ഹാർട്ട്, വചനത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന മനോഭാവം, തിരുത്തപ്പെടുന്ന മനോഭാവം, തിരുത്തി ഉപദേശിക്കുന്നവർക്ക് ശാസനയ്ക്കും തിരുത്തലുകൾക്കും ഏൽപ്പിക്കുന്ന ഹൃദയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഒരു നല്ല ശിഷ്യനായി തീരും. എപ്പോൾ പഠിക്കുന്ന മനോഭാവം ഉപേക്ഷിക്കുന്നുവോ, എപ്പോൾ തിരുത്തപ്പെടുന്ന മനോഭാവം ഉപേക്ഷിക്കുന്നുവോ, ആ നിമിഷം മുതൽ നിങ്ങൾ ശിഷ്യത്വത്തിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യപ്പെടുകയാണ്. Correction in our life is very important as a leader, as a minister of God, and pastor has a mentor. He corrects him and he seeks advice to him, and even he corrects when he delivers a message. If something inappropriate comes up, people may not recognize, but he is in higher authority and he corrects, and pastor gleefully accepts that correction and he is sharpened up. And same way, when you are submitting to the correction, there is a greater blessing. And when you are submitting to the correction, you become free, you become more advanced in what you are. And correction, what happens with many people is that people resist correction, and that's the problem many people face. When someone is corrected, what happens is sometimes they may leave the church. And even in family, we are not able to correct people. We are not able to correct the partner which the Lord has given, or the children which are under your care. And this is a great problem in our society. That's why we need to be scripture centered, and scripture says we need to be corrected. And as the pastor said, what is a disciple? Disciple is a learner, a person who catches things from the master. And that is the meaning of a disciple. Jesus Christ said, to be up to me, to live up to me and grow up to me. That's what a disciple need to do. And when a person stops learning, and when a person stops being a disciple or being teachable, that person ceases to become a disciple. That person moves out of the fold of a discipleship. And we cannot be an apostle. No one can be an apostle unless that person is a good disciple. That's the best example you have from Judas, and he was not a good disciple. Finally, he did not become an apostle. So follow, learn, and be transformed. You can learn from great examples from our beloved pastor and from the people who are entrusted above us, and you can learn from them. Proverbs 12:1. Proverbs 9:7, 8, 9, 11, all these verses. Hebrews 12:6-11, all these verses says that a person who does not submit himself to the correction, that person is just a brute, just like an animal, a stupid person. And if you correct a person who is such a stupid man, it will backfire, and it will be a big problem and a mess they will create, and they become angry and frustrated. Hebrew 12:6-7, good people are to be corrected, and the good news corrects everyone. And the one who loves will only correct you. If somebody corrects you, make sure that person really loves you. 2 Timothy 3:14-17, I am your teacher. This is what Paul says to Timothy. And
he corrects and rebukes Timothy and says 3:14 to 17, and these scriptures are given so that you may be instructed, you may be corrected, and you may be made into the knowledge of the salvation through faith which is in Jesus Christ. And 2 verse 1, entrust these things to people who are able to teach others. So teaching, correction, all these things you find throughout the epistles. And finally, if we are not corrected by God, as Hebrews 12:6 to 7 says, if you are his children, that people need to be corrected by Lord. And if Lord cannot even correct you, how we will be corrected? And that's a very sobering and serious message. James 1:22, be ye doers of the word and not only hearers of the word. As a mirror shows the problems which you have, as the mirror corrects a person, all the things which need to be corrected and groomed, a mirror shows. Same way the word of the Lord shows through the sermons you hear, the things where you need correction. And if you accept that, you will be corrected and you will become perfect in God. ഈ തിരുത്തലുകൾ ചോദിച്ചു മേടിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. തിരുത്തലുകൾ ചോദിച്ചു മേടിക്കുന്നവര്, ഞാൻ അവരെ കുറിച്ച് പറയട്ടെ, ഭയങ്കര ഒരു ഫ്യൂച്ചർ അവർക്കുണ്ടാവും. എഴുതി വെച്ചു, ഭയങ്കര ഒരു ഫ്യൂച്ചർ അവർക്കുണ്ടാവും, ഒരു സംശയത്തില്ല. എന്നാൽ തിരുത്തലുകൾ ഇഷ്ടമില്ലാത്തവരുണ്ട്. എവിടെങ്കിലും അവർ പരാജിതരായ കഥകളും ചരിത്രങ്ങളും പിന്നത്തേതിൽ നമുക്ക് കാണാൻ പറ്റും. വേദപുസ്തകത്തിൽ ഒരു 20 കുറയാതെ ക്യാരക്ടേഴ്സ് എനിക്ക് ഉദാഹരണമായിട്ട് എടുത്തു വെക്കാനുണ്ട്. 20 കുറയാതെ. ഞാൻ അതിലോട്ട് കയറുന്നില്ല. തിരുത്തലുകൾ ഇഷ്ടപ്പെട്ട് തിരുത്തൽപ്പെടലുകളിലൂടെ ഉന്നതികളിൽ എത്തിയവരും, തിരുത്തലുകൾക്ക്, ദൈവത്തിന്റെ തിരുത്തലുകൾക്കും മീതെയുള്ളവരുടെ തിരുത്തലുകൾക്കും വിധേയപ്പെടാതെ പോയി പരാജിതരായ വലിയ വീഴ്ചകൾ, നോഹ തൊട്ടിങ്ങോട്ട് ഒരു വലിയ ജനതയെ തന്നെ എനിക്ക് നിങ്ങളോട് അറിയിപ്പാനുണ്ട്. പഠിക്കുക, പിൻഗമിക്കുക, രൂപാന്തരപ്പെടുക.